السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأحبابه وأزواجه وذريات سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. വളരെ ബഹുമാനം നിറഞ്ഞ സാദാത്യങ്ങളെ, സമുന്നതരായ തൃക്കരിപ്പൂർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, വളരെ പവിത്രവും അനുഗ്രഹീതവുമായ ഏറെ നമുക്ക് ഗുണകരമായ ബറക്കത്തുകൾ നിറഞ്ഞ് തുളുമ്പുന്ന ഒരു മഹാകേന്ദ്രത്തിലും സദസ്സിലുമാണ് നമ്മൾ ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്തുകളെ ആസ്പദമാക്കിയിട്ടാണ് അമലുകൾക്കുള്ള ഫലം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സദസ്സുകളാണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും എന്തും നമ്മുടെ മനസ്സിൻ്റെ കരുത്ത്, എന്തിനു വേണ്ടിയാണ് നാം ആ കർമ്മം നിർവഹിച്ചത്, അതിനെ ആസ്പദമാക്കിയിട്ടാണ് അതിൻ്റെ ഫലം നമുക്ക് ലഭ്യമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല സംഗമം നമുക്ക് വന്യരായ ശൈഖുനയോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സബബായി അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ദുർബല സമയങ്ങളിൽ ഞാനും നമ്മളും ചെയ്തു കൂട്ടിയിട്ടുള്ള ഒട്ടനേകം തെറ്റുകൾ, എണ്ണമില്ലാത്ത അതോടൊപ്പം വണ്ണമേറിയതുമായ ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ, അബദ്ധങ്ങൾ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. അർഹമുർ-റഹീമീനായ റബ്ബ് അതെല്ലാം നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതിനെ ഈ സദസ്സ് അല്ലാഹു തആല നിമിത്തമാക്കി തരുമാറാകട്ടെ. നമ്മളും നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഉപ്പ ഉമ്മ, സഹോദര സഹോദരിമാർ, നമ്മുടെ മക്കൾ, പേരമക്കൾ, ഭാര്യമാർ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, നമ്മുടെ കുടുംബം, ഭാര്യ കുടുംബം, ഉസ്താദന്മാർ, ശിഷ്യന്മാർ, നമ്മളെ സഹായിച്ചവർ, പിന്തുണച്ചവർ, ഭക്ഷണം നൽകിയവർ, ഖിദ്മത്ത് നൽകിയവർ, മറ്റ് നമുക്ക് കടപ്പെട്ടിട്ടുള്ള ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണമായ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിലും നാളെ ആഖിറത്തിലും അഫുവും ആഫിയത്തും സലാമത്തും സആദത്തും ഇസ്സത്തും റിഫഅത്തും അല്ലാഹുവിനെ മറക്കാത്ത ഐശ്വര്യം ആഖിറം നഷ്ടപ്പെടാതെ ദുനിയാവ് തന്നുകൊണ്ട് നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വന്യരായ ശൈഖുനയുടെ ചാരത്ത് അവിടുത്തെ അനുസ്മരിക്കുന്ന, അവരെക്കുറിച്ച് ഓർക്കുന്ന ഒരു സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരെക്കുറിച്ച് ഓർക്കുക, ചിന്തിക്കുക, പറയുക, പ്രചരിപ്പിക്കുക, ഇതെല്ലാം വലിയ പുണ്യകർമ്മമാണെന്ന് ഹദീസുകളിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചതാണ്. ആത്മസൂരികളായ മഹത്തുക്കളൊക്കെ ആ ഒരു ഇബാദത്ത് കൊണ്ട് വലിയ ഭാഗ്യം കൊയ്തവരാണ്. നമുക്കതൊക്കെ അറിയാം. വലിയ പണ്ഡിതന്മാർ, നീളമേറിയ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ, തൊബക്കാത്തുകൾ, തവാരീഖുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് പണിപ്പെട്ടുകൊണ്ട് ഫിഖ്ഹും തഫ്സീറും ഹദീസുമൊക്കെ ഇവിടെ വ്യാപിപ്പിച്ചതുപോലെ, അതിനുവേണ്ടി ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെട്ടതുപോലെ
മഹാന്മാരുടെ ചരിത്രം പറയാൻ വേണ്ടി മാത്രം വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് എന്താണ് ഇവിടെ നേട്ടമുണ്ടായത്? പരിശുദ്ധമായ ദീനിൻ്റെ ശരിയായ വെളിച്ചം വികസിച്ചു വരാൻ അത് കാരണമായിട്ടുണ്ട്. അനുഭവം തന്നെ നമുക്കതിന് സാക്ഷിയാണ്. ഞാനത് വിശദീകരിക്കുകയല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതുപോലെയുള്ള തിരുക്കാറുകൾ അസ്തമിച്ചു പോകാൻ പാടില്ല. വന്യരായ ശൈഖുനയുടെ പേരിലുള്ള ഈ സംഗമം, ഇത് നമുക്ക് ഒരു ഉദാഹരണം. എത്രയോ മഹത്തുക്കളുടെ ചരിത്രങ്ങളും ചരിത്ര സദസ്സുകളും എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതില്ലാത്തൊരു വിഭാഗം ഇവിടെ ഉണ്ടെങ്കിൽ നവീനവാദികൾ മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളുള്ളിടത്തെല്ലാം ഈ തിരുക്കാറുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, നിങ്ങൾ അവിടുന്ന് പറയുന്നുണ്ടാവും, പക്ഷെ ഇങ്ങോട്ട് കേൾക്കണില്ല. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ എന്താ പറഞ്ഞത്? ഹസ്ബുക അഖ്വാമുൻ മൗതാ തഹിയൽ ഖുലൂബു ബിദിക്രിഹിം. വല്ലാത്ത പറച്ചിലാണത്, സാധാരണ പറച്ചിലല്ല. നമ്മൾ വിചാരിക്കും അവരൊക്കെ ഈ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞ് നടക്കുക, അങ്ങനെയുള്ള ഏർപ്പാടുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനല്ല, അവരൊക്കെ അള്ളാഹുവിൻ്റെ ദാക്കിരീങ്ങളാണ്. മഹത്തുക്കളായ ഔലിയാക്കളൊക്കെ ഇമാം ഷാറാനി തങ്ങളെ പോലുള്ള ആളുകൾ അവരുടെ ദിനചര്യകളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതവർ കൊട്ടിഘോഷിക്കാൻ വേണ്ടി പറയല്ല. എന്തിനാണ്? ലതായിഫുൽ മിനൻ, എനിക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ നിഅമത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു 2 വാള്യങ്ങളിലായിട്ട് മഹാനവറുകളുടെ ലതായിഫുൽ മിനൻ അൽ മിനനുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടാക്കിയപ്പോൾ ഏതെങ്കിലും സാധുക്കളെ, നമ്മളെപ്പോലുള്ള സാധുക്കൾക്ക് തെറ്റുധാരണ വരണ്ട എന്ന് കരുതിയിട്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ മഹാനവറുകൾ വളരെ വിശദമായി പറഞ്ഞു. എന്തിനാണ് ഞാനിങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ മിനനുകളെ ഞാൻ എണ്ണിപ്പറയുന്നത്? അതിൻ്റെ ലക്ഷ്യം മഹാനവറുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, ഇതൊന്നും ഇപ്പം നടക്കൂല എന്ന് തോന്നരുത്. അള്ളാഹുവിൻ്റെ ആത്മീയമായ വഴികളിലൂടെ ആത്മീയ സൂര്യന്മാരും ചന്ദ്രന്മാരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അപ്രാപ്യമാണ്, ഇതൊന്നും പ്രായോഗികമല്ല എന്ന് പറയുന്ന ചില മടിയന്മാരുണ്ട്. അവരുടെ അലസതയെ നിർമ്മാർജ്ജനം ചെയ്യാനാണ് പല ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ലക്ഷ്യമായി മഹാനവറുകൾ അത് പറഞ്ഞിട്ടുള്ളത്. വന്യരായ ശൈഖുനയുടെ ചരിത്രം കേട്ടിട്ട്, ശൈഖുനയെക്കുറിച്ച് അനുസ്മരണം കേട്ടിട്ട് ഇവിടേക്ക് വരാൻ കൊതിക്കുകയും നാളെയും മറ്റന്നാളുമൊക്കെ ട്രെയിനിന് ബുക്ക് ചെയ്തവരെ എനിക്കറിയാം. ഉസ്താദിൻ്റെ സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും പല ആളുകളും ചിലപ്പോൾ ഉസ്താദിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല. കാരണം അവിടുത്തെ ജീവിത ദഅവത്തിൻ്റെ 3/4 ഭാഗവും ഇവിടെയാണ് നടന്നിട്ടുള്ളത്, കാസർഗോഡ് ഭാഗങ്ങളിൽ. ഉസ്താദിനെക്കുറിച്ച് കേൾക്കുമ്പോൾ കൂടുതൽ പ്രചോദനമാവുകയാണ്. അങ്ങനെയുള്ളൊരു മഹാത്മാവായിരുന്നു ശൈഖുന എന്ന് ബോധ്യപ്പെടുമ്പോൾ അവിടത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യം വരുന്നു. അങ്ങനെ പഠിച്ചാലോ അതിൽ നിന്ന് ശകലം തൻ്റെ ജീവിതത്തിലേക്ക് നുകർന്നെടുത്തുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ താല്പര്യം വരുന്നു. ഇതാണ് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ കൂടുതൽ വയലുകളും പ്രസംഗങ്ങളും ഒന്നും വേണ്ട, ഹസ്ബുക, നിനക്ക് മതി. അഖ്വാമുൻ മൗതാ, മരിച്ചുപോയ ആളുകളുണ്ട്, തഹിയൽ ഖുലൂബു ബിദിക്രിഹിം, അവരനുസ്മരിക്കുമ്പോൾ തന്നെ ഹൃദയം അറിയാതെ ജീവസ്സുറ്റതായി പോകും. ഹൃദയം ജീവിക്കണമല്ലോ, അവിടെയാണല്ലോ പ്രശ്നം. ഞാനും നമ്മളൊക്കെ ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചു, പടച്ചോ നമ്മളുടെയൊക്കെ ദോഷങ്ങൾ പുറത്ത് നമ്മുടെ നിസ്കാരമൊക്കെ സ്വീകരിക്കട്ടെ. പക്ഷേ ഈ മഗ്‌രിബ് നിസ്കാരം നമ്മൾ മനസ്സുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ടോ? ചില ആളുകളൊക്കെ പറയും നമ്മൾ നിസ്കാരം തന്നെ മനസ്സുകൊണ്ടാണ്. അത് വടിയെടുത്തടിക്കാൻ ആളില്ലാത്തതാണ്, അത് വേറെ കാര്യം. അത് ആറ്റിങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നിസ്കാരം വേണ്ട, ബാഹ്യമായ നിസ്കാരം വേണ്ട, മനസ്സുകൊണ്ട് നിസ്കരിക്കണം. അങ്ങനത്തെ ആളുകളുണ്ട്.
അവരല്ല പറയുന്നത്. ശരീരം കൊണ്ട് ശരീരത്തിൻ്റെ 7 അവയവങ്ങളും സുജൂദിൽ വെക്കുന്നതോടൊപ്പം അത് ഫുഖഹാ ഇവിടെ നമുക്ക് ബാഹ്യമായ അവയവങ്ങളുടെ ഓരോ കൃത്യങ്ങളും പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചു, നിയ്യത്ത് ആവശ്യമാണ്. മനസ്സിലാണത് നിയ്യത്തിൻ്റെ സ്ഥാനം. കണ്ണുമേലല്ല, മൂക്കുമേലല്ല, ചെവിമേലല്ല, എവിടെയല്ല, മനസ്സിലാണ്. നിയ്യത്തിൻ്റെ സ്ഥാനം മനസ്സിലാണ്. ഈ മനസ്സ് മരവിച്ചുപോയി, മരിച്ചുപോയി. പടച്ചറബ് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. മനസ്സ് മരിച്ചുപോയാൽ നിസ്കാരത്തിൽ പിന്നെ ഭക്തിയില്ല, നിസ്കാരത്തിനോട് താല്പര്യമില്ല, നിസ്കാരത്തിൽ റബ്ബിനോടുള്ള മുനാജാത്ത് യഥാർത്ഥത്തിൽ ഇല്ല. അങ്ങനെയാണല്ലോ മനസ്സ് മരിച്ചുപോയാൽ. നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ അല്ലാഹു തആല ഖാശിഈങ്ങളുടെ നിസ്കാരങ്ങളാക്കി തരുമാറാകട്ടെ. ഈ മനസ്സിനെ, നമുക്ക് മരിച്ച മനസ്സിനെ ജീവിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള മാർഗം പറഞ്ഞു തരുന്നത് ആരാണ്? മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, മരിച്ചുപോയ ആളുകളുടെ അനുസ്മരണം മതി മനസ്സിന് ജീവൻ കിട്ടാൻ. സുബ്ഹാനല്ലാഹ്, അതനുസ്മരിച്ചാൽ മതി. ഞാനൊരു എക്സാമ്പിൾ പറയാം. മഹാനായ മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയാതിരിക്കാൻ കഴിയോ? അവിടത്തേക്ക് വേണ്ടി റളിയല്ലാഹു അൻഹു പറയാതിരിക്കാൻ കഴിയോ നമുക്ക്? മഹാനായ ജീലാനി തങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ജീലാനി അനുസ്മരണങ്ങൾ നടത്താറുണ്ട്, ജീലാനി ആണ്ടുകൾ നടത്താറുണ്ട്. മഹാനായ ഇമാം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഈ റിഫായി ശൈഖും ഈ ജീലാനി തങ്ങളും തുടങ്ങിയുള്ള ഒട്ടേറെ ത്വരീഖത്തിന്റെ മശായിഖന്മാരായ പടുകൂറ്റൻ ഔലിയാക്കന്മാർ അവരുടെ ഗുരുപരമ്പര കടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു മജ്മുഉത് ത്വറായിഖ്, എല്ലാ ഔലിയാക്കളുടെയും റൂട്ട് കടന്നു പോകുന്നത് ആ ജംഗ്ഷനിലൂടെയാണ്, ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹുവിലൂടെ. ആ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ശൈഖും അവിടുത്തെ ഉമ്മയുടെ ആങ്ങളയുമായ സരിയുസ് സഖ്തി റളിയല്ലാഹു അൻഹു, ഇങ്ങോട്ട് കേൾക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക കുറച്ച് നേരം. നിങ്ങൾ റളിയല്ലാഹു അൻഹു പറയാതാവുമ്പോൾ എനിക്ക് വസുവാസാവും. പിന്നെ ഞാൻ തന്നെ മറക്കും. ഇടയിൽ വേറെ മുഴുത്തുള്ള ആ ജുംല വന്ന അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം സരിയുസ് സഖ്തി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ശൈഖാണ്. അവരുടെ ശൈഖാണ് മഹാനായ അശ്ശൈഖ് മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു. ഈ മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനത്തെത്തുന്നത് മാത്രമല്ല, ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും പാതയിലേക്കുള്ള ആദ്യ പ്രവേശനം തന്നെ മഹാനായ ഇമാം അബുൽ ഖാസിം അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു പറയുന്നത്, മഹാനവറുകൾ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വയല് കേട്ടതാണ്. കൂഫ ടൗണിൽ വെച്ച് ഒരു വയല് കേട്ടു ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ. ആ വയല് കേട്ടപ്പോൾ അറിയാതെ മഹാനവറുകൾക്ക് പ്രചോദനമുണ്ടായി. വലിയ വലിയ പടുകൂറ്റൻ മശായിഖന്മാരുടെ ഉസ്താദും ഷെയ്ഖുമായ അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ചരിത്രം കാണാം. മഹാനവറുകള് ആലാത്തുൽ ലഹ്വ് കൊണ്ട്, വിനോദ ആയുധങ്ങളെ കൊണ്ട് മഹാനവറുകൾ പല, അങ്ങനെ ഉണ്ടല്ലോ കുട്ടികളൊക്കെ പലതും നമ്മൾ ചെറിയ നമ്മൾ നിസ്കാരം നോമ്പൊക്കെ പടക്കാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ആ കളികളിലും തമാശകളിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാനവറുകൾക്കൊരു വയല് കേൾക്കാൻ കാരണമായത്. അവർ വയല് കേട്ടപ്പോൾ ആദ്യം അദ്ദേഹം കേട്ടപ്പോൾ വയലിലെ മൂപ്പർക്ക് വലിയ ആത്മീയമായ വലിയ പുരോഗതി കിട്ടി. പക്ഷേ വീട്ടിലോട്ട് ചെന്നപ്പോഴേക്ക് അതൊക്കെ മറന്ന്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്കൊക്കെ അറിയാലോ, നാഫഖ ഹൻദല എന്ന് പറഞ്ഞിട്ട്. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ഒരു ഉസ്താദിൻ്റെ അരികിൽ ചിലപ്പോൾ ശിഷ്യന്മാരിയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന അതേ ആത്മീയ ആവേശം ചിലപ്പോൾ വിട്ടുപിരിയുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല, വീട്ടിൽ നിന്ന് ചിലപ്പോൾ കിട്ടില്ല, ഒക്കെ മറന്നുപോകും. അത് മറ്റൊരു ദിശയാണ്. ബഹുമാനപ്പെട്ടവർ
ഇൽമിന്റെ സദസ്സിലിരുന്നപ്പോൾ കിട്ടിയ ആ ആത്മീയമായ മുന്നേറ്റം വീട്ടിൽ പോയപ്പോഴേക്ക് മൂപ്പര് മറന്നുപോയി. വീണ്ടും അദ്ദേഹം വയത് കേൾക്കാൻ വന്നു. വീണ്ടും ആത്മീയമായ പുരോഗതി കിട്ടി. മഹാനവറുകൾ പറയുന്നു, പക്ഷേ എന്നിട്ടും ഞാൻ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. മൂന്നാമത്തെ സമയവും ഞാൻ വയലിന് പോയപ്പോൾ എനിക്ക് അതേ ഊർജം, ആത്മീയമായ ഊർജം കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കസർത്തു ആലാത്തില്ലഹു, എല്ലാ വിനോദ ഉപകരണങ്ങളും ഞാൻ തച്ചുടച്ചു. മൊബൈൽ ഫോണാണെങ്കിൽ മൊബൈൽ ഫോണ്, വേറെ എന്തെങ്കിലും കളി ഉപകരണങ്ങളാണെങ്കിൽ അത് എല്ലാം ഞാൻ തച്ചുടച്ചു. ഞാൻ അല്ലാഹുവിൻ്റെ പാതയിൽ തന്നെ മുന്നേറാൻ തീരുമാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം മഹത്തുക്കളെല്ലാം ആത്മീയമായ പടികയറ്റത്തിലൂടെ ഔന്നിത്യത്തിലേക്ക്, ആത്മീയമായ വിഹായസിലേക്ക് കുതിക്കാൻ കാരണം എന്താണ്? ചില പ്രത്യേക മഹാന്മാരുടെ വാക്കുകൾ കേട്ടു, ചരിത്രങ്ങൾ കേട്ടു, മഹാന്മാരെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ കേട്ടു. അത് മുഖേന അവരൊക്കെ നന്നായി. ഈ ഒരു രീതിയാണ് പരിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അനുസ്മരണ വേദികൾ അതെപ്പോഴും സജീവമായി നിൽക്കണം. ബനിറായ ഷെയ്ഖിനെ കുറിച്ചും നമ്മൾ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ കേൾക്കണം, പറയണം. അത് ഒരു ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം മാത്രമാണ്. പക്ഷേ അതിലേറെ മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ നടക്കേണ്ടതുണ്ട്. അവരൊക്കെ ഇവിടെ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നായകരും ഷിആറുമായിട്ട് നിലനിന്നവരാണ്. ദീനിൻ്റെ ഷിആറാണ്, ദീനിൻ്റെ ചിഹ്നങ്ങളാണ്. മഹാനായ എൻ്റെ ഭാര്യ പിതാവ് MKM കോയ ഉസ്താദ് ആദ്യത്തെ അറ്റയ്ക്ക് വേദന ഉണ്ടായപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് മഹാനായ MA ഉസ്താദ് അടക്കമുള്ള ആളുകൾ നല്ലൊരു വയല് പറയുന്ന മൊയിലാരായിരുന്നല്ലോ പഠിച്ചോനെ എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ പറയുന്ന ചില ചെറുപ്പക്കാർ, ചില സാധാരണക്കാരായ ആളുകൾ വന്നിട്ട് സാധുവായ എന്നെപ്പോലുള്ള ആളുകളോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, ഉസ്താദേ, ബിദ്അത്തുകാരും മറ്റുമൊക്കെ പലതും പറഞ്ഞ് നമ്മുടെ മനസ്സ് കേടാക്കുമ്പോൾ കോയിലാരെ പോലുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന ഒരൊറ്റ സമാധാനത്തിലാണ് നമ്മൾ ഇതിൽ പിടിച്ചുന്നത്. കോയിലാരെ പോലുള്ള ആളുകളൊക്കെ ഈ സുന്നി പ്രസ്ഥാനത്ത് നായകരായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ എന്നതുകൊണ്ട് ഞങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ ധൈര്യപൂർവ്വം പിന്തുടർന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അവരൊക്കെ പണ്ഡിതന്മാരും മഹാന്മാരുമൊക്കെ ദീനിൻ്റെ ഷിആറുകളാണ്. ആ ദീനിൻ്റെ ഷിആറുകൾ, ചിഹ്നങ്ങൾ ഇവിടെ നിലനിർത്തണം. അവരുടെ അളമത്ത്, അവരുടെ താളീം. ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ദീനിൻ്റെ ഷിആറുകളാണ് നമ്മുടെ സാദാത്യങ്ങളും ആലിമീങ്ങളുമെല്ലാം. ആ ഷിആറ് അവരുടെ വഫാത്തോടുകൂടെ നിലച്ചു പോകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധേയമായ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികളായ ഔലിയാക്കൾ, ഈ ഔലിയാക്കളുടെ അവരുടെ വഫാത്തിന് ശേഷം ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ടെന്നാണ് ഇവരുടെ പ്രചരണം. പക്ഷേ എന്താ സംഭവിച്ചത്? ആ മഹാത്മാക്കളുടെ പേരിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം, എത്രയോ 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയത്, ഇനി എന്തിനാ ഒന്ന് കുത്തിപ്പൊക്കണേ എന്ന് ചോദിച്ചിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായിപ്പോയ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന മഹാന്മാർ, ആ മഹാന്മാരുടെ പേരിൽ ഇവിടെ എന്താണ് നടത്തേണ്ടത് എന്ന് ചർച്ച ചെയ്തപ്പോൾ എന്താണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തീരുമാനം? എന്താ തീരുമാനം? ആ അസ്ഹാബുൽ കഹ്ഫിൻ്റെ പേരിൽ ഒരു പള്ളി നിർമ്മിക്കുക. അഭിപ്രായം പറയാൻ കഴിവുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞു.
എന്ന് പരിശുദ്ധ ഖുർആനിൽ അവരെ ബഹുമാനിച്ചുകൊണ്ടും അവർ സെലക്ഷൻ ചെയ്ത അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ അനുസ്മരിക്കണം, അവരുടെ ശിആറുകൾ നിലനിർത്തണം. ഇത് ശേഷം ജീവിക്കുന്ന നമ്മുടെ എല്ലാം ബാധ്യതയാണ്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ ദക്കറ ദുക്കിറ വമൻ നസിയ നുസിയ. നമ്മൾ മറ്റൊരു മരിച്ചുപോയവരെ നമ്മൾ ഓർത്താൽ നമ്മൾ ഓർക്കാൻ ആളുണ്ട്. അവരെ നമ്മൾ മറന്നുപോയാലോ നമ്മളെയും മറക്കപ്പെടും. ഈ ഓർക്കുക എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഓർക്കലാണ്. ഓർമ്മിപ്പിക്കൽ, അവരുടെ മേലിൽ തൊബക്കാത്തുകൾ, ഗ്രന്ഥങ്ങൾ, ചരിത്രങ്ങൾ നിർമ്മിക്കൽ. 80 വാള്യമുള്ള താരിഖ് ദിമഷ്ക് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അസാക്കിർ തങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മഹാനവറുകൾ ഏറ്റവും നല്ലൊരു മുഹദ്ദിസായിരുന്നില്ലേ? ഹദീസിൽ മാത്രം ശുഗലായാൽ പോരായിരുന്നോ? എന്തിനാണത് ഉണ്ടാക്കിയത്? ഞങ്ങൾ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മൊറോക്കോയിൽ പോയപ്പോൾ അവിടെ മൊറോക്കോ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, മഗ്രിബ് വളരെ ദൂരെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളോട് ഒട്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് അവിടുത്തെ മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യാൻ 10 വാള്യങ്ങളുള്ള വലിയ ഗ്രന്ഥം മഹാന്മാരുണ്ടാക്കിയിട്ടുണ്ട്. 10 വാള്യങ്ങളുള്ള വലിയ ഗ്രന്ഥം മഹാന്മാരെ കുറിച്ച് ചരിത്രം പറയാൻ വേണ്ടി മാത്രം, മൊറോക്കോയിലുള്ള മഹാന്മാരെ കുറിച്ച് പറയാൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള വലിയ വലിയ പടുകൂറ്റൻ മഹത്തുക്കളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ നമ്മൾ അനുസ്മരിക്കുക, മറ്റുള്ളവരെ കൊണ്ട് അനുസ്മരിപ്പിക്കുക. ഇതാണ് മൗലിദുകളുടെയും അനുസ്മരണ വേദിയുടെയും മറ്റുമൊക്കെ ലക്ഷ്യം. മന്യരായ ശൈഖുനയുടെ പേരിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അത് നമ്മുടെ മാത്രം അല്ലെങ്കിൽ നമുക്ക് മാത്രം തോന്നിയൊരു പ്രവർത്തനമല്ല. ഇതിൻ്റെ പിന്നിൽ തോന്നിപ്പിച്ചവർ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ ഈ മഹത്തായ കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത ഏറ്റവും നല്ല ഉദാത്തമായൊരു തീരുമാനമാണ്. നമ്മളാരും അതിൽ പൊന്തണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തോന്നിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. അർഹമുർ-റഹീമിനായ റബ്ബ് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അവിടുത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വളരെ ലളിതമായൊരു മാർഗമുണ്ട്. വളരെ ലളിതമായൊരു മാർഗം. അതേതാണ്? ഇമാം യാഫി തങ്ങളെ പോലുള്ള ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസുണ്ട്. യമൂത്തുൽ മർഉ അലാ മാ ആശ അലൈഹി. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചോ അങ്ങനെയാണ് മരണം. അപ്പോൾ ഒരു മഹാന്റെ മരണം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മരണം എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചിത്രം. ആ ഒരു മരണത്തിൻ്റെ ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഉസ്താദിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്നേക്കാൾ അറിയുന്നവരും അനുഭവ സമ്പത്തുള്ള ആളുകളുമാണ് ഈ കേൾക്കുന്ന ശ്രോതാക്കളൊക്കെ. എന്നാലും ഞാൻ പറയാം, ഉസ്താദിൻ്റെ അവസാന വർഷം, വഫാത്തിൻ്റെ വർഷം, ഞാൻ ഉസ്താദിൻ്റെ ശിഷ്യൻ മാത്രമല്ല നാട്ടുകാരനും കൂടിയാണ്. അതുകൊണ്ട് നാട്ടിലുള്ള കൂടെ കിടക്കുന്ന ആൾക്ക് രാപ്പനി അറിയുമെന്ന് പറഞ്ഞതുപോലെ നാട്ടിലുള്ള അവസ്ഥ നേരെ കാണുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പറയാം, ഒരു വർഷക്കാലം അവസാന സമയത്ത് കൂടുതൽ ഹോസ്പിറ്റലുകളുമായി കെട്ടിമറിയുന്ന, കൂടുതൽ നാട്ടിൽ തന്നെ കഴിയുന്ന സമയമാണ്. ആ സമയത്തൊക്കെ ഉസ്താദ് കടലുണ്ടിയിൽ വന്നാൽ ഒന്ന് മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴേക്ക് പൊട്ടിക്കരയും. അവസാന വർഷങ്ങളുടേത് മാത്രം ഞാൻ പറയുന്നതിൻ്റെ മുമ്പുള്ള വർഷങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് ബോധ്യപ്പെട്ട ഒരു ചിത്രമാണ്. ഉസ്താദ് പൊട്ടിക്കരയും. എന്ത് വിഷയം പറയുമ്പോഴേക്കും കരയും. ഈ കരച്ചിൽ ഒരു ഇനാപത്തിൻ്റെ അഥവാ പിരിഞ്ഞു പോകുന്നു എന്നുള്ളതിന് സൂചന നൽകുന്ന, അല്ലെങ്കിൽ ഉസ്താദിന് സൂചന കിട്ടി എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കരച്ചിലാണ്. അങ്ങനെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അത് മരണത്തിൻ്റെ അവസാന സമയം വരെ. സാധുവായ ഞാൻ വഫാത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം, കൃത്യമായി പറഞ്ഞാൽ അറഫ ദിവസത്തിലാണ് ഞാൻ ഉസ്താദിനെ അവസാനമായി കാണുന്നത്. മിംസ് ഹോസ്പിറ്റലിൽ പോയി. അന്ന് സന്ദർശകർക്കൊന്നും കൂടുതൽ പ്രവേശനം അനുവദിക്കപ്പെടാത്തൊരു ഘട്ടമാണ്. ഷഹീർ നാബാബിയും ഉമ്മുഹാനി ബീവിയും അവർ മാത്രമാണ് അവിടെ ഉള്ളത്. സന്ദർശകർ എൻ്റെ കൂടെ തന്നെ എൻ്റെ 2 ജ്യേഷ്ഠന്മാർ വന്നിരുന്നു. ഞാൻ പറഞ്ഞു, പോകണ്ട, നിങ്ങൾ പുറത്തേക്ക്.
ഞാൻ പിന്നെ ഒരു കുടുംബ മെമ്പറെ പോലെയാണ്. അല്ലെങ്കിലും ഉസ്താദ് ശിഷ്യ എന്നുള്ളത് ഏതായാലും ഒന്നുണ്ട്, അതിന് പുറമേ ഉള്ള കുടുംബ മെമ്പറാണ് ഞാൻ. ആ നിലയ്ക്ക് ഞാനെന്തായി പോയി. ഷെയ്ർദാൻ ബാപ്പിയും ഉമ്മൻ താത്തിയും രണ്ട് കൂട്ടരും എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒന്നും കഴിക്കുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് അള്ളാഹു കണക്കാക്കിയ റിസ്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്, അതിലപ്പുറം എനിക്ക് കഴിക്കാൻ കഴിയോ? കുറച്ച് ദേഷ്യത്തിലാണ് ഉസ്താദ് ചോദിക്കുന്നത്. അത് ചോദിച്ചിട്ട് ആ ദേഷ്യത്തിൻ്റെ മുഖവും ആ ഒരു പ്രത്യേകമായ അവസ്ഥയിലും പെട്ടെന്ന് മനസ്സങ്ങോട്ട് പോവുക. എങ്ങോട്ടാ പോകണമെന്നറിയോ? എന്നോട് ചോദിക്കുന്നു, ഹംസക്കോയിലേറെ, ഹംസക്കോയെന്ന് വിളിക്കലാണ് എനിക്കിഷ്ടം. ഉസ്താദ് പറഞ്ഞ അതേപോലെ ഹിക്കായത്ത് ചെയ്യാണ് ഞാൻ ഉസ്താദിനോട് പറയാറുണ്ട്. ഹംസക്കോയിലേറെ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഉസ്താദ് ഹംസക്കോയെന്ന് വിളിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള, ഉസ്താദിൻ്റെ എളിയ ശിഷ്യനുമാണ് ഞാൻ, അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ മുദരിസായി വന്നതിന് ശേഷം ഉസ്താദ് ഹംസക്കോയിലേറെ എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ എന്താക്കി, ഉസ്താദ് പറഞ്ഞു, ഹംസക്കോയിലേറെ എനിക്ക് കടമുണ്ടോ? കടങ്ങളുണ്ടോ? അപ്പോൾ കടമുണ്ടോന്ന് പലവരോടും ചോദിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ എന്നോട് ചോദിക്കുന്നത് എനിക്ക് തോന്നിയത്, ഇവിടെ സ്ഥാപനത്തിൽ സാധുവാൻ ഞാൻ എളിയ സെക്രട്ടറി ആയിട്ടും ഉസ്താദ് സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ടും സേവനം ചെയ്തിട്ടുണ്ട്, ഗുരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല. അന്നാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് വാങ്ങിയത്. അതിനൊക്കെ പിന്നിൽ ഒരുപാട് കഥകളും രഹസ്യങ്ങളും ഉണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ സ്ഥലം മറ്റൊരാൾക്ക് ടോക്കൺ കൊടുത്തു കച്ചവടമാക്കി എന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മളിത് തിരിച്ചു പിടിച്ച് വാങ്ങിയ രംഗങ്ങളൊന്നും ഞാൻ എപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള പ്രത്യേക മൂവ്മെൻറ്റിൽ ഉസ്താദ് ചോദിച്ചു, കടമുണ്ടോ ഹംസക്കോയിലേറെ കടമുണ്ടോ? ഞാൻ പറഞ്ഞു, ഉസ്താദിന് കടമുണ്ടെങ്കിൽ വീട്ടാൻ ആള് ഇഷ്ടം പോലെ ഇല്ലേ ഉസ്താദേ എന്ന് ചോദിച്ചു. എന്നിട്ട് ഉസ്താദ് പറയുന്നത്, എൻ്റെ ഖബറിൽ ഞാൻ കടം കൊണ്ട് ബുദ്ധിമുട്ടായി പോവോ എന്ന് ചോദിച്ചു. ഒറ്റ കരച്ചില. ഉസ്താദിൻ്റെ അവസാന സമയം ഇനാബത്തിൻ്റെ 100% ഹഖീഖിയായ ഇനാബത്ത് മുഴുവനും, സാമ്പത്തികമായ ഇടപാടിനെ കുറിച്ച് എനിക്കറിയാം. അവസാനമായി ഉസ്താദ് ഉംറക്ക് പോകുന്ന സമയം, ഉസ്താദിൻ്റെ അവസാനത്തെ പ്രധാനപ്പെട്ട യാത്ര റമദാനിലുള്ളൊരു ഉംറ പോക്കാണ്. അപ്പോൾ എല്ലാ പരിശുദ്ധ റമദാനിലും 23-ാം രാവിൽ മോളൂരിൽ ഉസ്താദ് വരാറുണ്ട്. അവിടെ ഒരു സ്വലാത്ത് ഹൽക്കയും പരിപാടിയൊക്കെ നടത്തും. ഉസ്താദ് വരും, കുറച്ച് അരികളൊക്കെ പിരിച്ചു തരും, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി തരും. അങ്ങനെ ഒരു നല്ലൊരു സംഗമം, കുറേ ആളുകളൊക്കെ പങ്കെടുക്കുന്ന നല്ലൊരു പരിപാടിയാണ്. ഉസ്താദാണ് ഇതിൻ്റെ എല്ലാം. അങ്ങനെ അതിന് ക്ഷണിക്കാനും മറ്റൊക്കെ ആയിട്ട് ഉസ്താദ് ഉംറക്ക് പോകല്ലേ. ഞാൻ അവിടെ പോയി, റജബ് മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പോയപ്പോൾ ഉസ്താദ് ഉറൂസിനൊക്കെ ഡേറ്റും ഒക്കെ സമ്മതിച്ചു. ഇൻഷാ അല്ലാഹ് ഞാൻ വരാമെന്ന് പറഞ്ഞു. അതിന് ശേഷം പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ മൽഹറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ട സന്തതി, അവിടുത്തെ കുടുംബത്തിൻ്റെയൊക്കെ മേൽ ഒരുപാട് വസിയത്തുകളും കാശുകൾ വരെ ഏൽപ്പിച്ചിട്ടാണ് ഉസ്താദ് ആ യാത്ര പോകുന്നത്. ഉസ്താദ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, പിരിഞ്ഞു പോക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട്. പെട്ടെന്ന് നമ്മൾക്കൊക്കെ ഇന്ന് കേൾക്കുന്ന മരണങ്ങളൊക്കെ പേടിയാവും. പടച്ചിറപ്പ് കാക്കട്ടെ. നല്ല മരണങ്ങളാണെങ്കിൽ പോലും പേടിക്കണം. ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട പണ്ഡിത സഹോദരൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ മരണം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ട്. സാധുവാ ഞാനും വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ട്. എന്നാലൊരു പേടി എന്തെന്നറിയോ, പെട്ടെന്നുള്ള മരണം വരുമ്പോൾ ഉള്ളൊരു പേടി, അത് വല്ലാത്തൊരു പേടിയാണ്. എന്താ, എന്തെങ്കിലും ഹക്കിടപാടുകളുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് വേണ്ടേ മരണം. ആ ഒരു പേടി നമുക്കൊക്കെ ഉണ്ട്. പടച്ചിറപ്പ് നമ്മുടെയൊക്കെ മരണം ഓർത്തുകൊണ്ടും കാത്തുകൊണ്ടുമുള്ള മരണമാക്കി തരട്ടെ. വന്യരായ ശൈഖുന മരണം മുന്നിൽ കണ്ടു. കൃത്യമായി പറഞ്ഞാൽ ദുൽഖഅദ് 4, ഉസ്താദ് വഫാത്താകുന്ന ദുൽഹജ്ജ് 12-നാണല്ലോ. ദുൽഖഅദ് 4-ന് സാധുവായ ഞാനോ ഒരു 10-30 കുട്ടികളും, എൻ്റെ ഭാര്യ പിതാവ് MKM കോയ ഉസ്താദ് വഫാത്താകുന്നത് ദുൽഖഅദ് 2-നാണ്. അപ്പോൾ കോയ ഉസ്താദിൻ്റെ ഉറൂസിൻ്റെ സമാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കുട്ടികളെ ഞാൻ മോളൂരിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. കുറച്ച് സീനിയർമാരായ കുറച്ച് കുട്ടികളെ
പരിപാടിക്ക് MK കോയസ്താദിൻ്റെ പരിപാടിക്ക് പോകാമെന്നുള്ളവർക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാൻ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദേ കുറച്ച് കുട്ടികളെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് ഒരു ബുർദ ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. ഉസ്താദ് അത്രയും ക്ഷീണിതനും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയമാണ്, കുറച്ച് ബുർദ ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് കുട്ടികളുമായിട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ ഉസ്താദ് സന്തോഷിച്ചു. ഞാനതൊരു ഉസ്താദ് അത്ര കെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അങ്ങോട്ട് ചെന്നു, 10-30 കുട്ടികളുണ്ട്, രാവിലെയാണ്. ഉസ്താദ് പറഞ്ഞു നീ അക്സാം ബെയ്ത്ത് ചെല്ല്. അപ്പോൾ എല്ലാവരും അക്സാം ബെയ്ത്തിൻ്റെ ഏടൊക്കെ മറിച്ച് അക്സാം ബെയ്ത്ത് ചെല്ലി. അക്സാം ബെയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നല്ലൊരു നാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. ഷഹീർ നാബാബിയും മറ്റൊക്കെ നാസ്തയ്ക്ക് വേണ്ടി വിളിച്ചു. ഞങ്ങൾ പോയി നാസ്ത കഴിച്ചോളി എന്ന് പറഞ്ഞു. നാസ്ത കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉസ്താദ് ഷഹീർ തങ്ങളെ പറഞ്ഞിട്ട് ഹംസക്കോയനെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഉസ്താദിനെ കുറിച്ച് ഉസ്താദുമായിട്ടുള്ള നീണ്ട ബന്ധം, ഉസ്താദ് വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് വരുന്നത് 82-ലാണ്. ആ സമയം മുതൽ വഫാത്ത് വരെ സാധുവായ ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഉണ്ട്. കുറച്ചൊക്കെ ദൂരെ പോയിട്ടുണ്ടെങ്കിലും ഉസ്താദിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ വിഷയവും ഉസ്താദിൻ്റെ നമുക്ക് ശരിക്കും അറിയാം. ഉസ്താദ് ഭക്ഷണം ഉസ്താദിൻ്റെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണമാകുമ്പോൾ പ്രത്യേകിച്ച് ഒരിക്കലും വിളിക്കൂല. പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിൽ എന്നെ വിളിപ്പിച്ചു. അപ്പം ഷഹീർ തങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല വിളിക്കുക. അപ്പോൾ എന്തോ അപ്പോഴാണ് ഞാൻ വിളിച്ച വിവരം അറിയുന്നത്. ഞാൻ ഓടിച്ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, അൽ മസ്ലക്കുൽ ഖരീബ് നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അൽ മസ്ലക്കുൽ ഖരീബ് എന്ന് പറഞ്ഞാൽ ബാലവി ത്വരീഖത്ത് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. ചെറിയതാണ്, ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും പുതിയ മക്കളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. കുറച്ചുകൂടെ പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു 10-20 വയസ്സായിട്ടുള്ളൊരു തലമുറ ഇങ്ങനത്തെ ഒരു ചരിത്രം തന്നെ അറിയില്ല, ഉസ്താദ് എന്നുള്ളൊരു അറിയില്ല. അവർക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം അന്ന് അവർക്കൊക്കെ 10 വയസ്സേ ഉള്ളൂ, ഇതൊന്നും അറിയില്ല. അങ്ങനെ ചില ചോദിച്ചു, ഇങ്ങനത്തെ ഒരാളുണ്ടായിരുന്നോ എന്ന് വരെ ചോദിച്ചു പോയ ചെറിയ മക്കളുണ്ട്. ഇന്നിപ്പോൾ 10-20 വയസ്സായ നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ തന്നെ അവർക്കിതൊന്നും അറിയില്ല. അപ്പം അവർക്കൊക്കെ നമ്മുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഉസ്താദ് ചോദിച്ചു, മസ്ലക്കുൽ ഖരീബ് നിൻ്റെ കയ്യിലുണ്ടോ? ഞാനുള്ളത് സത്യമായി പറയുന്നു, സാധുവായ എൻ്റെ ലൈബ്രറിയിൽ ഒരു 8-10 ലക്ഷോളം ഉറുപ്പിൻ്റെ കിതാബ് അവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്ര ചെറിയ വലുപ്പമുള്ളൊരു മസ്ലക്കുൽ ഖരീബ് ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ ചില കിതാബുകളൊക്കെ 2-3 കോപ്പി നമ്മളെ ഇതിലുണ്ട്. അതെങ്ങനെ 2-3 കോപ്പി ആയത്? ഉള്ളത് അറിയാതെ വാങ്ങിപ്പോവാണ്, ഉണ്ട് എന്നുള്ളത് അറിയാതെ വാങ്ങിപ്പോവാണ്. മസ്ലക്കുൽ ഖരീബ് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയൂല. പക്ഷേ വ്യാഴാഴ്ചയാണ് ഈ സംഭവം. ബുധനാഴ്ച രാത്രി എന്തിനാണെന്ന് എനിക്കറിയൂല, സത്യം അങ്ങനെ പറയാം, എന്തിനാണെന്ന് എനിക്കറിയൂല. ഞാൻ മസ്ലക്കുൽ ഖരീബ് ആ കിതാബുകളുടെ ഇടയിൽ നിന്ന് ചെറിയ ഏട് ഞാൻ എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. മസ്ലക്കുൽ ഖരീബാണെന്ന് അറിയാം, അത് മേശപ്പുറത്ത് വെച്ചു. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ഞാനത് മേശപ്പുറത്ത് വെച്ച് നാട്ടിലേക്ക് വ്യാഴാഴ്ച രാവിലെ പോകുന്നതാണ്. പിറ്റേന്ന് രാവിലെ ഉസ്താദ് ചോദിക്കണത് മസ്ലക്കുൽ ഖരീബ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട് ഉസ്താദെ, അതെനിക്ക് തരുമോ? അല്ലാഹ് തരാലോ ഉസ്താദെ. അങ്ങനല്ല, എനിക്ക് സ്വന്തമായി എടുക്കാൻ തരുമോ? വായ്പല്ല. അല്ലാഹ് എൻ്റെതൊക്കെ ഉസ്താദിനുള്ളത് തന്നെയല്ലേ, വായ്പാക്കണ്ട, ഉസ്താദിന് തന്നെ സന്തോഷം. എന്നാൽ എനിക്ക് വേണം. എന്തിനാണെന്നറിയോ? എൻ്റെ ഷെയ്ഖ് എന്നോട് പറഞ്ഞത്, അവസാനമായാൽ അൽ മസ്ലക്കുൽ ഖരീബ് എടുത്ത് മുതാല ചെയ്തിട്ട് അതിലുള്ളതുപോലെ അമല് ചെയ്യണട്ടോ എന്ന് എൻ്റെ ഷെയ്ഖ് അഹമ്മദ് ഇമ്പിച്ചുക്കോയ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ് ഇമ്പിച്ചുക്കോയ തങ്ങളുടെ ഒരു ചരിത്രം വേറുണ്ട്. ഉസ്താദിനെ വിളിച്ചു വരുത്തിയതാണ്. നമ്മൾ ബഹുമാനപ്പെട്ട ബാലവി ത്വരീഖത്തിൻ്റെ ഖലീഫയായി ഉസ്താദിനെ ഏൽപ്പിക്കുന്നത് യാദൃശ്ചികമായിട്ടല്ല, വിളിച്ചു വരുത്തിയിട്ട് ഏൽപ്പിക്കുകയാണ്. അതൊക്കെ ഞാൻ നേരിട്ട് തന്നെ ഉസ്താദ് മുഖേന അറിഞ്ഞതാണ്. ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ ഉസ്താദിൻ്റെ മനസ്സിലുള്ളത് ഈ ഫറാസത്ത് എന്നുള്ളതിനെ കുറിച്ച് ഉസ്താദിന് ഇങ്ങനെ ഭയങ്കര ഇഷ്കാല്. ഫറാസത്തുൽ മുഅ്മിൻ ഇത്തഖൂ ഫറാസത്തുൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. അൽ ഫത്താവൽ ഹദീസിൽ കാണാം, ആ ഹദീസ് സഹിയാണ് എന്ന്. ആ ഇത്തഖൂ ഫറാസത്തുൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഫറാസത്ത് എന്ന് പറയുന്ന വിഷയം എന്താണ്, അത് അങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കണ്ട് ഷെയ്ഖിൻ്റെ അരികിലേക്ക് കണ്ട് ചെല്ലാണ് ഞാൻ.
ചെന്ന ഉടനെ എന്നോട് ചോദിച്ച്, ഫറാസത്തില്ലേ തങ്ങളെ? ഫറാസത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി അംസക്കോയ എന്ന് ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ബഹുമാനപ്പെട്ട ഷെയ്ഖിനെ കുറിച്ച് ഷെയ്ഖാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇനി സംശയം വേണ്ട. ബഹുമാനപ്പെട്ട OK ഉസ്താദ് അഹമ്മദ് ഇമ്പിച്ചുക്കോയ ലൈദ്രോസി തങ്ങളുടെ അരികിൽ പോകുമ്പോൾ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അവർ തമ്മിലെ സംഭാഷണം കേൾക്കാൻ വേണ്ടി. ഇഞ്ചോ ഇങ്ങക്കോ വയസ്സ് കൂടുതൽ OK ഉസ്താദ് ചോദിക്കാം ഇമ്പിച്ചുക്കോയ തങ്ങളോട്. അല്ല, ഒരു വല്ലാത്ത രസമുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഠിച്ചവൻ അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ വെല്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ കമാലുദ്ദീൻ ഹസ്രത്ത് പ്രിൻസിപ്പാൾ എന്നെ വിളിച്ചു. കടലുണ്ട് ഇങ്കവ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ അടുക്കൽ അവിടെ ശാലിയമില് ഒരു തങ്ങളിരിക്കുമല്ലേ, അതാരാ? അഹമ്മദ് ഇമ്പിച്ചുക്കോയ തങ്ങൾ. അദ്ദേഹം എൻ്റെ ഷെയ്ഖ് താൻ, അവർ എൻ്റെ ഷെയ്ഖ് താൻ. വെല്ലൂരിലെ നാദിർ പ്രിൻസിപ്പാളിൻ്റെ ഷെയ്ഖാണ്, ഒരുപാട് മഹാന്മാരുടെ ഷെയ്ഖാണ്. ആ മഹാനായ അഹമ്മദ് ഇമ്പിച്ചുക്കോയ തങ്ങൾക്ക് ആളുടെ കിട്ടാൻ കുറവുണ്ടായതിൻ്റെ പേരിലല്ല, വലിയ മഹത്തുക്കളൊക്കെ മഹാനവറുകളുടെ മുരീദന്മാരായിട്ടുണ്ട്. എനിക്കറിയാം, മഹാനവറുകളുടെ അരികിൽ വന്ന് ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ ഇജാസത്ത് വെച്ച് ആളെ ഞാൻ പറയില്ല, നമ്മുടെ ഉസ്താദിൻ്റെ ശരീക്കുമാണ്, ഞാൻ വിശദമായിട്ട് ഞാൻ പറയൂല. അങ്ങനെ ആണല്ലോ, അത് പറയാൻ പറ്റുന്ന അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ ഇജാസത്ത് ചോദിച്ച് മഹാനവർ തങ്ങളോട് താങ്ങാൻ കഴിയൂല എന്ന് പറഞ്ഞു. നിങ്ങൾ തെരി തങ്ങൾ, ഞാൻ താങ്ങും, ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം ചെല്ലി ബഹുമാനപ്പെട്ട അഹമ്മദ് തങ്ങൾ ഇജാസത്ത് കൊടുത്തു. മഹാനവറുകൾ ചൊല്ലി. ഒറിജിനൽ മാനസികമായ രോഗമായി ഉണ്ടായ സംഭവം. ഇന്നൊന്നും ഇപ്പം സാക്ഷ്യപത്രമൊന്നും കാണിക്കാൻ കഴിയില്ല. നമ്മൾ ഉസ്താദും നമ്മളൊക്കെ ഒരുമിച്ചുള്ള കാലഘട്ടത്തിൽ ഉസ്താദാണ് ആ സംഭവം എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന് മാനസികമായത് ഞാൻ അറിയും. അതേ എൻ്റെ ദർസിലൊക്കെ ഞാൻ ചുങ്കത്തെ റിസർട്ട് അവിടെയൊക്കെ കയറി വന്നിട്ട് വിപ്ലവം ഉണ്ടാക്കിയത് ഓർമ്മയുണ്ട്. പക്ഷേ അദ്ദേഹം സുബ്ഹാനല്ലാഹ് മാനസികമായി അവസാനം മഹാനായ തങ്ങളുടെ അരികിൽ ചെന്ന് അടുത്ത് ചെന്ന് പക്ഷാത്തപിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് മാനസിക രോഗം മാറി. ഞാൻ നേരെ സാക്ഷിയായ സംഭവമാണ്. ഈ അഹമ്മദ് ഇമ്പിച്ചുക്കോയ തങ്ങളാണ് ഉസ്താദിനെ വിളിച്ചിട്ട് ബാലവി ത്വരീഖത്തിൻ്റെ ഖലീഫയായി നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഏൽപ്പിച്ചത് എന്ന്. അതിനെക്കുറിച്ച് മഹാനവർ ഉസ്താദിനെ മനാമിലൂടെ ഇർഷാദ് ചെയ്ത് വിളിപ്പിച്ചു എന്ന് ഉസ്താദിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോണും ചെയ്ത് വിളിപ്പിച്ചതല്ല. അപ്പം അങ്ങനെ ആ മഹാനായ ഷെയ്ഖിനോട് പറഞ്ഞു, മസ്ലക്കുൽ ഖരീബ് മുത്താല ചെയ്തിട്ട് അവസാന സമയം അതനുസരിച്ച് ജീവിക്കണം തങ്ങളെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അംസക്കോയ മൊയ്ലിയാരെ. അതുകൊണ്ട് നിങ്ങൾ മസ്ലക്കുൽ ഖരീബ് എനിക്ക് തരണം. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായത് എന്താണെന്നറിയോ, അങ്ങനാണെങ്കിലും വായ്പ വാങ്ങിയാൽ മതിയല്ലോ, അതിനാണെങ്കിൽ വായ്പ വാങ്ങിയാൽ മതിയല്ലോ, എന്തോ ഒരു സിർ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഉടനെ തന്നെ അത് എത്തിക്കണമല്ലോ. പക്ഷേ അമ്മോശൻ്റെ കോയസ്ഥാൻ്റെ ആണ്ടിന് വേണ്ടി വന്നതാ. ആണ്ടിന് പങ്കെടുക്കാതെ ഞാനിപ്പോൾ അവിടെ പോയിട്ട് കിതാബ് എടുത്തുണ്ടെന്നാൽ അതൊരു വിഷമല്ലേ. അപ്പോഴാണ് പെട്ടെന്ന് വിവരം കിട്ടുന്നത് മോളൂരിൽ നിന്ന് മാനു ഉസ്താദ് വഫാത്തായിട്ടുണ്ട് എന്ന്. സമസ്തയുടെ കേന്ദ്ര മുഷാവറ മെമ്പറായ മാനു ഉസ്താദ് വഫാത്താകുന്നത് അന്നാണ്. മാനു ഉസ്താദ് വഫാത്തായപ്പോൾ പിന്നെ കോയ ഉസ്താദിൻ്റെ ആണ്ടിന് പങ്കെടുത്തിട്ടില്ലെങ്കിലും ഞാൻ അതിനെത്തൽ നിർബന്ധമാണ്. കാരണം ഞാൻ മോളൂരിൽ ദർസ് നടത്തുന്ന ആളായതുകൊണ്ട് അവിടുത്തെ ഒരു ആത്മീയ നേതൃത്വമാണ്. നമ്മുടെ സംസ്ഥാന മുഷാവറയുടെ കേന്ദ്ര സീനിയർ ആളുകളിൽപ്പെട്ട മഹാനായ മാനു ഉസ്താദാണ് വഫാത്തായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഞാൻ പോയി മാനു ഉസ്താദിൻ്റെ ജനാസയിൽ പങ്കെടുത്തിട്ട് ആ കിതാബുമായി തിരിച്ച് ഞാൻ വന്ന് അന്ന് തന്നെ ഉസ്താദിന് കിതാബ് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ ഷഹീർ തങ്ങളോട് മറ്റൊക്കെ ചോദിച്ചു, താവപ്പോൾ ആ കിതാബ് ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം ഞാൻ ചോദിച്ചു, ആ കിതാബ് മസ്ലക്കുൽ ഖരീബ് എനിക്ക് തരുമോ താങ്കളോ എന്ന് ചോദിച്ചു. കിട്ടാൻ വേണ്ടിയിട്ടല്ല, ബർക്കത്തിന് സൂക്ഷിക്കാൻ. ഇനിയിപ്പോൾ ചോദിക്കണമല്ലോ, ഇപ്പോൾ വായ്പല്ലല്ലോ, ഉസ്താദിന് കൊടുത്തതന്നല്ലേ. അപ്പോൾ പറഞ്ഞു, ഉസ്താദ് അത് ചോദിക്കരുത്, അതെപ്പോഴും നോക്കും, അതിനിങ്ങനെ നോക്കാറുണ്ട്, അതിൽ നോക്കിയിട്ട് ഇങ്ങനെ ചെല്ലാറുണ്ട്, അത് നോക്കിയിട്ട് ഇങ്ങനെ അമൽ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. ഞാനിത് പറയണമെന്നറിയോ, ഉസ്താദിൻ്റെ അവസാന സമയം 100% അള്ളാഹുവിലേക്ക് തവജ്ജുഹ് ചെയ്ത് തിരിച്ചു വെച്ചുകൊണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദിന് അതിന് അവസാന സമയം ആയിട്ടുണ്ടോ? അവസാന സമയം ആയാൽ അങ്ങനെ ചെയ്യണമെന്നല്ലേ ഷെയ്ഖ് പറഞ്ഞത്? ഉസ്താദിനി എത്ര ജീവിക്കണം, മൽഹറൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ
റമലാനിൽ ഉസ്താദിന് രോഗം തുടങ്ങിയ സമയത്ത് ഞാൻ മദ്ഹറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് ഉസ്താദ് ഇങ്ങനെ മരണത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു മദ്ഹർ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു മദ്ഹറിനെ കുറിച്ച് നമുക്കൊന്ന് ഇരുന്ന് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ ദുൽഖഅദ് 4 ഞാൻ മദ്ഹർ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു മദ്ഹറൊക്കെ ഇനി നിങ്ങൾ നോക്കിക്കോളി, ഞാൻ അതിലേക്കൊന്നും ഇല്ല, ഞാൻ എൻ്റെ കാര്യവുമായി എൻ്റെ റബ്ബിലേക്ക് തിരിച്ചു പോവുകയാണ്, എൻ്റെ ഷെയ്ഖ് പറഞ്ഞതുപോലെ ഞാൻ നിർവഹിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉസ്താദ് അന്ന് മുതൽ അത് മുതാല ചെയ്തുകൊണ്ട് മുഴുവനും മനസ്സുകൾ അല്ലാഹുവിലേക്ക് തിരിച്ചു വെച്ചു. അവസാനം അറഫാ നാളിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ ഞാൻ അവസാനം കാണുന്നത്. അന്ന് ഉസ്താദ് ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞു. കടങ്ങളെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് കടങ്ങളില്ല. നിങ്ങളിപ്പോഴും വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. ചാലിയത്തെ നിസാർ ഹാജി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം ചാലിയം മഹലിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ചാലിയം മഹലിൻ്റെ കീഴിൽ അവിടെ ബൈത്താനി എന്ന് പറയുന്ന അബ്ദുസ്സമദ് ബൈത്താനി ഉസ്താദിൻ്റെ നാമധേയത്തിൽ ഒരു പള്ളി ചാലിയം മഹലിൻ്റെ അണ്ടറിലായിട്ട് മഹലിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ പള്ളിയുടെ പുനർനിർമ്മാണം നടന്നപ്പോൾ ഉസ്താദിൻ്റെ പക്കൽ നിന്ന് ബർക്കത്തിന് വേണ്ടി 1000 റുപ്യ അങ്ങനെയല്ല ബർക്കത്തിന് വേണ്ടി ചോദിക്കാൻ വന്നതാണ്. നിസാറാജി നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഉസ്താദ് എടുത്തു കൊടുക്കണത് എത്രയെന്നറിയോ? 50,000 റുപ്യ. വഫാത്തിൻ്റെ 2 മാസം മുന്നേ റമദാൻ്റെ തൊട്ട് മുമ്പ് നടന്ന സംഭവം. 50,000 റുപ്യ. അത് സ്റ്റേഡിയമിൽ നിന്ന് പബ്ലിസിറ്റി ചെയ്യുന്ന വാർത്തകൾ കേൾക്കാനല്ല, വളരെ സ്വകാര്യമായി. അങ്ങനെയാണല്ലോ മഹത്തുക്കളുടെയൊക്കെ സ്വതക്കകൾ. മഹാനായ സക്കരിയ അൻസാരി തങ്ങൾ, ഞാൻ നോക്കിയാൽ മാത്രം പോരട്ടെ, നോക്കുമ്പോഴല്ല. സക്കരിയ അൻസാരി തങ്ങളൊക്കെ നമ്മളെ പടുകൂറ്റം മഹത്തുക്കളുടെ ഉസ്താദാണ്. ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു, ഇമാം റംലി റളിയല്ലാഹു അൻഹു, ഖതീബ് ശിർബാനി റളിയല്ലാഹു അൻഹു, ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു, എല്ലാ പണ്ഡിതന്മാരുടെയും ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി തങ്ങൾ. മഹാനവറുകളിലേക്ക് ഒരു സയ്യിദ് എൻ്റെ തൊപ്പി കളവ് പോയി, നിങ്ങൾ എനിക്ക് തൊപ്പി തരണം, തൊപ്പീൻ്റെ പൈസ തരണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരുടെ എന്ന് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി തങ്ങൾ ചെറിയ ഒരു പൈസ ഫൽസ് കൊടുത്തു. പൈസ തൊപ്പി വാങ്ങാൻ തയ്യില്ല, ചെറുതൊന്ന് കൊടുത്തു. ആ താപാപ്പയ്ക്ക് ദേഷ്യം പിടിച്ചു. അദ്ദേഹം പൈസ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മൂപ്പര് പോയി നിങ്ങളുടെ പൈസ എനിക്ക് ആണ്ടാറുണ്ട് ദേഷ്യം പിടിച്ചു പോയി. സുബ്ഹാന ഷാറാനി തങ്ങൾക്ക് തന്നെ തോന്നിപ്പോയി, സംഗതി എന്ത് ഉസ്താദ് ചെയ്ത്. ഇയാൾ വന്ന് ചോദിച്ചിട്ട് ചെറിയ പൈസ ആണല്ലോ കൊടുത്തത്. അപ്പോൾ ഷാറാനി തങ്ങൾ തന്നെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഉസ്താദ് ഇത് മോശമായി പോയി, കുറഞ്ഞ പൈസയിൽ കൊടുക്കണം. അത് അദ്ദേഹം ആളുകളുടെ ഇടയിൽ നിന്ന് ചോദിച്ചതല്ലേ, ആളുകളുടെ ഇടയിൽ ഞാൻ വലിയ ധർമ്മിഷ്ഠനാകണ്ടാന്ന് തീരുമാനിച്ചു, അതുകൊണ്ട് അങ്ങനെ കൊടുത്തതാണെന്ന് പറഞ്ഞു. പക്ഷേ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ചെയ്ത പണിയറിയോ? മഹാനായ ഇമാം ഷാറാനി തങ്ങൾ തന്നെ പറയുന്നു, ഞാൻ ആ സയ്യിദിനെ മറ്റൊരു സമയത്ത് കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉസ്താദിനോട് പൈസ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് തൊപ്പിയുടെ കാശ് മുഴുവനും തന്നില്ല, ചെറിയ പൈസയെ തന്നുള്ളുവല്ലേ? അതിന് കാരണം നിങ്ങൾക്കറിയുമോ? പരസ്യമായി ഉസ്താദ് സ്വതക്ക ചെയ്യില്ല, രഹസ്യമായ സ്വതക്കയാണ്. ആ രഹസ്യമായ സ്വതക്കയ്ക്ക് ചാൻസ് കൊടുക്കാതെ സമൂഹ മധ്യേ നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിച്ചു പോയത്. സുബ്ഹാനല്ലാഹ്. ആ തങ്ങപ്പാപ്പ പറയാണ്, ആ ഷാറാനി ഇമാമിനോട് പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ഉസ്താദ് വന്നു, തൊപ്പി വാങ്ങാനുള്ള കാശ് മുഴുവനും സ്വകാര്യമായി തന്നു, ഞാൻ അത് മുഖേന തൊപ്പി വാങ്ങി, ആ തൊപ്പിയാണ് എൻ്റെ തലയിലുള്ളത്. ഇമാം ഷാറാനി തങ്ങൾ തന്നെ ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ലവാഖിഹുൽ അൻവാരിൽ ഖുദ്സിയിൽ പറയുന്നുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് മഹാന്മാരുടെ ധർമ്മങ്ങൾ എങ്ങനെയാണ്, വളരെ സ്വകാര്യമായിട്ടാണ് അവർ ചെയ്യാറുള്ളത്. ബഹുമാനപ്പെട്ട ശൈഖുന 50,000 ഉറുപ്പികയാണ്, 1-2 പൈസയല്ല. നിസാറാജി മാത്രം പറയും. നിസാറാജി ഉടനെ തന്നെ പറഞ്ഞു, ഉസ്താദേ 1000 ഉറുപ്പികയെങ്കിലും നിങ്ങളുടെ ബർക്കത്തിന് വേണ്ടി വാങ്ങിയിട്ട് പോകാൻ വന്നതാണ് ഞാൻ.
അതുകൊണ്ട് ഇത്രയും വലിയ കാശ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത്, എനിക്ക് ആഖിറത്ത് വേണ്ടേ, ദുനിയാവ് മാത്രം മതിയോ? ഇത് എൻ്റെ ആഖിറത്തിന് വേണ്ടി ഞാൻ തന്നതാണ് കേട്ടോ. 50,000 ഉറുപ്പിക ഉസ്താദിൻ്റെ അവസാന സമയങ്ങളാണ് ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഉസ്താദിനോട് സാധുവായ ഞാൻ തന്നെ എത്രയോ തവണ പറഞ്ഞിരുന്നു. ഇതിൽ പലവർക്കും അറിയാം, ചാലിയത്ത് ഉസ്താദിനൊരു വീടുണ്ടായിരുന്നു. ആ സൈറ്റും ഉസ്താദിനോട് യോജിച്ചുള്ളതല്ല, വീടും തീരെ യോജിപ്പുള്ളതല്ല. ഏതാണ്? അഞ്ചുടിക്കൽ എന്ന് പറയും, കടപ്പുറത്ത്. അങ്ങനെ ഉണ്ടാവില്ലേ, മത്സ്യബന്ധന തൊഴിലാളികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചെറിയ വീട്, ഒരു ഓടിട്ട വീട്, മഴ പെയ്താൽ വെള്ളം ചോരുന്ന ഒരു വീട്. ആ വീടായിരുന്നു ഉസ്താദിന് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയും, കാണുമ്പോഴൊക്കെ പറയും, ഉസ്താദേ ഒരു അനുയോജ്യമായൊരു വീട് വേണം, ഈ വീട് ഉസ്താദിന് പറ്റൂല. നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഉസ്താദ് അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നും. നമ്മളെ കേട്ടിക്കൊക്കെ ഓർമ്മ ഉണ്ട്, ആ വീട് ചാലി അഞ്ചുടിക്കല ഉള്ളിൽ കണ്ടു പോയിട്ട് വളരെ അങ്ങനത്തെ ഒരു വീടാണ്. ഞാൻ പലപ്പോഴും പറയും, ഉസ്താദ് പറയും, എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം, ആഖിറത്തിലൊരു വീട് വേണം. അത് കിട്ടിയതിന് ശേഷം മതി ദുനിയാവിലുള്ള വീട്. ആ വീടാണ് സഹോദരന്മാരെ ഇത്, ഈ മഹത്തായ സൗധം. അഥവാ ഇതും വലിയ അത്ഭുത. നമ്മളൊക്കെ ഒരു ഉണ്ടാക്കാൻ വിചാരിച്ചാൽ എന്താ ചെയ്യുക? വേഗം പൊങ്ങച്ചത്തിൽ നമ്മൾക്കൊക്കെ മുന്നേ നടക്കും പൊങ്ങച്ചം, നമ്മൾ നടക്കണതിന് മുന്നേ നടക്കും മൂപ്പര്, അങ്ങനല്ലേ? ഉസ്താദ് പറഞ്ഞത് ഒരു 15 കുട്ടികളെ ദർസ്, ഒരു 15 കുട്ടികൾ നോക്കിയാൽ ഒരു ഉയർന്ന ചിന്തയില്ല. ഇപ്പോൾ ഒരു 15 കുട്ടികളുടെ ദർസ് അത്ര മതി. കഴിഞ്ഞ ദുൽഹിജ്ജ 13 എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ഉസ്താദിൻ്റെ പേരിൽ ഒരു അനുസ്മരണ സമ്മേളനം നടത്തിയപ്പോൾ നമ്മുടെ സംസ്ഥാന നേതൃത്വം, നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്ന അബ്ദുൽ ഹമീദ് സാഹിബ് പറഞ്ഞു, വലിയ മഹാനാണ്, പക്ഷെ തീരെ തലക്കനമില്ലാത്ത വിനയത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു ബഹുമാനപ്പെട്ടവർ എന്ന് പറഞ്ഞു. ഇപ്പോഴും അമീർ സാഹിബ് തന്നെ സുന്നി വിദ്യാഭ്യാസ സെക്രട്ടറി. ബഹുമാനപ്പെട്ടവരെ അവിടുന്ന് പ്രസംഗിച്ചതാണ് എന്ത്? തീരെ തലക്കനമില്ലാത്ത വിനയത്തിൻ്റെ മകുടോദാഹരണമാണ് ബഹുമാനപ്പെട്ട ശൈഖുന. വിനയം എന്ന് പറയുന്നത് എന്തിൽ മാത്രമല്ല, തലയെക്കെട്ട് ചെറുതാക്കണ മാത്രമല്ല, വീട് നിർമ്മിക്കുമ്പോൾ പൊങ്ങച്ചം, സ്ഥാപനം നിർമ്മിക്കുമ്പോൾ പൊങ്ങച്ചം. ഞാൻ സ്ഥാപനം ദീനിൻ്റെ കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് പൊങ്ങച്ചം ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട. പള്ളി നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓരോ വിഷയത്തിലും പറയുന്നുണ്ട്. പൊങ്ങച്ചങ്ങൾ വരുന്ന വഴികൾ പലതാണ്. ഞങ്ങൾ മോളൂരിൽ പള്ളി ഉണ്ടാക്കുന്നുണ്ട്. എഞ്ചിനീയർമാർ എന്ത് പറഞ്ഞിട്ട് സമ്മതിക്കില്ല, കലാപരിപാടികളൊക്കെ ഉള്ളിൽ വേണമെന്നാണ് പറഞ്ഞത്. ഖുശൂ നഷ്ടപ്പെടുത്താൻ പറ്റിയ രൂപത്തിലാണോ പള്ളി ഉണ്ടാക്കേണ്ടത്? കലാപരിപാടികൾ ഉള്ളിലുണ്ടായാലേ ആളുകൾക്ക് തൃപ്തിയാവുള്ളൂ. ആളുകൾക്ക് തൃപ്തിയായാൽ മതി, പടച്ചോൻക്ക് തൃപ്തിയാകണ്ട. ഇരിക്കട്ടെ, ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ പറയുന്നത്, തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഒരു 15 കുട്ടികളുടെ ദർസ്, അതിൽ അവരുടെ ഓത്ത് കേട്ടുകൊണ്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു ചെറിയ ഇടം, ഉസ്താദിന് കണ്ടെത്തിയ സ്ഥലം, അവിടെ ആ ഉസ്താദിൻ്റെ സന്ദർശകർക്ക് വന്നാൽ ഇരിക്കണ വെയിറ്റിംഗ് ഹാളുണ്ടല്ലോ, അവിടെ ഒരു കബറിനുള്ള സ്ഥലം. എന്തോ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഉസ്മാനാജിക്ക് അല്ലാഹു തആല വലിയ ദർജ കൊടുക്കട്ടെ. ഞങ്ങളൊക്കെ ഉസ്താദിൻ്റെ കൂടെ ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഉസ്മാനാജി അവിടത്തേക്ക് ആ സംഭവം മാറ്റിയതൊക്കെ വല്ലാത്തൊരു സംഭവമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും? സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്ക് വല്ല സൗകര്യം ഉണ്ടാവോ? ഉസ്താദ് പറഞ്ഞാൽ എനിക്ക് കുട്ടികളുടെ ഓത്തും കേട്ടിട്ട് അവിടെ നിന്ന് കിടക്കണം, ചെറിയൊരു സൗകര്യം മതി, 15 കുട്ടികളുടെ ദർസ് മതി. ഒറ്റ കൊല്ലം കൊണ്ട്, ഒരൊറ്റ കൊല്ലത്തിന് ശേഷം സ്ഥാപനം 2 ഇരട്ടി വീണ്ടും വികസിപ്പിച്ചത് എൻ്റെ അറിവിലുണ്ടെങ്കിൽ ഈ സ്ഥാപനമുള്ളൂ. വേറെ ഉണ്ടാക്കി എൻ്റെ അറിവിൽ, അപ്പം കുഴപ്പമില്ലല്ലോ. ഒറ്റ കൊല്ലം കൊണ്ട് ആ 15 കുട്ടികൾക്കുള്ളത് അപ്പുറത്തേക്കും അതേപോലെ ഇപ്പുറത്തേക്കും അതേപോലെ ഒറ്റ കൊല്ലത്തിന് ശേഷം വികസിപ്പിച്ചു. അത് പിന്നീട് അങ്ങോട്ടായിത്തീർന്നപ്പോൾ വികസിച്ചതാണ്, അല്ലാതെ ഉസ്താദിൻ്റെ തുടക്കം അത്രയേ ഉള്ളൂ. ആ നിലക്ക് ഉസ്താദ് ഒരു പള്ളി ഉണ്ടാക്കിയതിന് ശേഷം വീടിലേക്ക് പ്രവേശിച്ചു. അങ്ങനെയാണ് വീടുണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ നിലക്ക് ആഖിറത്തിലേക്ക് തയ്യാറെടുത്ത് നിന്ന ഉസ്താദ് അവസാനം പറയുന്നു, മദ്ഹറിൻ്റെ കാര്യം നിങ്ങളൊക്കെ നോക്കിക്കോളി, ഞാൻ എൻ്റെ കാര്യം നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവസാന സമയം ദാക്കിറായി
നമ്മുടെ പ്രിയപ്പെട്ട CP ഉസ്താദിൻ്റെ തുടക്കത്തിലേ ഉള്ള ഖാദിമാണ്. ഇപ്പോൾ CP ഹംസ മുസ്ലിയാർ, അദ്ദേഹത്തെ കാണുമ്പോൾ നിസ്സാരമായി കണ്ടുകൂടാ. ഉസ്താദിൻ്റെ തുടക്കത്തിലേ ഉള്ള ഖാദിമാണ് CP ഹംസ മുസ്ലിയാർ. ചരിത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള പറച്ചിലുകളോ ഒന്നും ചിലപ്പോൾ അദ്ദേഹത്തെ കേൾക്കൂല, കാണൂല. അദ്ദേഹം ആദ്യം പണിക്കോട്ടുംപടി മുതൽ ഉസ്താദിൻ്റെ ഖാദിമായിരുന്നു. ഉസ്താദിന് പല ഖാദിമ്യങ്ങളുണ്ട്. വീരാങ്കോയ മുസ്ലിയാർ അവരൊക്കെ ഉസ്താദിൻ്റെ അലക്കുന്നവരും മറ്റുമൊക്കെ ആയിരുന്നു. ഞാൻ പറയുന്നത് ഉസ്താദിൻ്റെ ഖിദ്മത്തിൽ കഴിയുന്ന CP ഹംസ മുസ്ലിയാർ അവസാന സമയത്തും ഉസ്താദിൻ്റെ അടുക്കലുണ്ട്. വഫാത്തിൻ്റെ സമയത്ത് നല്ലൊരു ലക്ഷണം. CP ആണ് എനിക്ക് ആദ്യമായിട്ട് ഫോൺ വിളിക്കുന്നത്. ഉസ്താദ് പോയിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ CP പറയുന്ന അവസാനം ദാക്കിറായിട്ടാണ് ഉസ്താദ് വഫാത്താകുന്നത്. ദാക്കിറായിട്ടാണ് വഫാത്താകുന്നത്. ഉസ്താദിൻ്റെ മനസ്സിൽ അള്ളാഹു നിറയാത്ത സമയങ്ങളില്ല. ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം മോളൂരിൽ നിന്ന് ഉസ്താദിൻ്റെ കൂടെ ഞാൻ വരുന്ന സമയത്താണ് ഉസ്താദ് ചോദിക്കുന്നത്, ഹംസക്കോയ, ഒരു മനുഷ്യന് എന്തിനാണ് ഈ അൻഫാസിയ ദിക്റിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അൻഫാസിയ ദിക്റുണ്ടല്ലോ, നാവ് കൊണ്ടൊന്നും ചെല്ലുന്ന ദിക്റല്ല. ഇങ്ങനെ അള്ളാഹു നമ്മുടെ ശ്വാസം വലിച്ചിട്ട് അങ്ങനെ ശ്വാസം കൊണ്ട് ചെല്ലുന്ന ദിക്റാണ് അൻഫാസിയ ദിക്ർ. അതിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത, എന്തിനാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഉസ്താദിൻ്റെ കണ്ണിൽ നോക്കിയപ്പോൾ ഉസ്താദ് പറയാണ്, നമ്മളെ ശരീരാവയവങ്ങളൊക്കെ നിശ്ചലമായി നാവ് പോലും ചലിപ്പിക്കാൻ കഴിയാതെ നമ്മൾ കിടക്കുന്ന ഒരു ഘട്ടം വരാൻ പോകുന്നുണ്ട്. അത് മരണഘട്ടമാണ്. നാവ് കൊണ്ട് പോലും ദിക്റെല്ലാം കഴിയൂല. ആ സമയത്ത് നമ്മുടെ ശ്വാസം ചലിക്കുന്നുണ്ടാകും. ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ശ്വാസം എത്തിക്കൊണ്ടിരിക്കുമല്ലോ. ആ ശ്വാസം ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലൂടെയും ചലിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹ് എന്ന ദിക്റിലായി അവൻ കഴിയണം. അങ്ങനെ അവസാന ശ്വാസം അള്ളാഹുവിലൂടെ പുറത്തു പോകണം. ഇതിനു വേണ്ടിയാണ് മഹാത്മാക്കളത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചിന്തിച്ചു, ഉസ്താദ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ നാവിലൂടെ അല്ലാതെ ഞാനത് കേട്ടിട്ടേ ഇല്ല. വലിയൊരു ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് സാധുവായ ഞാൻ, നമ്മുടെ ഷെരീഫ് ബാക്കോയി നമ്മുടെയൊക്കെ കൂട്ടുകാരാണ്. അവിടെ പിന്നെ അന്ന് ഖാലി ഓതി തന്നിരുന്നത് നമ്മുടെ കേരളക്കാരനായ വലിയൊരു പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട OK ഹസ്രത്തിൻ്റെ ശിഷ്യനാണ്, പ്രമുഖ പണ്ഡിതനാണ്. അദ്ദേഹമാണ് നമുക്കൊക്കെ ഖാലി ഓതി തന്നിരുന്നത്. പക്ഷേ എന്തായിട്ടും എനിക്ക് വഹദത്തുൽ വജൂദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച എനിക്ക് മനസ്സിലാകുന്നില്ല. ഉസ്താദ് എടുത്തുനിന്നിട്ട് ഹസ്രത്ത് എടുത്തുനിന്നിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹം നല്ല കെൽപ്പുറ്റവനാണ്, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാവും, എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കുമാരോട് ചോദിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഞാനിവിടെ ഉസ്താദിനോട് വന്നിട്ട് ചോദിച്ചു, ലളിതമായി ഒറ്റ വാക്കിലാണ് പറഞ്ഞു, സാജിദും മസ്ജൂദും രണ്ടല്ല, സാജിദും മസ്ജൂദും ഒന്നാണ് എന്ന് പറയുമ്പോൾ എനിക്കത് ബോധ്യപ്പെടും. അപ്പം ഞാൻ ചോദിക്കണത് ഇസ്മഫായിലും ഇസ്മഫൂലും ഒന്നാണ് നമ്മളെ വിവരക്കുറവായിരിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ വളരെ ലളിതമായി എനിക്ക് പറഞ്ഞു തന്നു. ഇവിടെ ഇപ്പോൾ അത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റിയ സസ്സല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വളരെ പെട്ടെന്ന് മനസ്സിലായി. ചില വിഷയങ്ങൾ ഉസ്താദിന് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ എവിടുന്നോ ഒന്ന് കിട്ടിയതുപോലെയാണ്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഈ കുത്തുറാത്തീബിൻ്റെ തെളിവെന്താ ഉസ്താദെ? കത്തി കുത്തുറാത്തീബ് നടത്തുന്നുണ്ടല്ലോ, അതിന് തെളിവല്ല, അതിന് എന്താ പ്രത്യേക ആയത്തോ മറ്റേതൊക്കെ ഉസ്താദ് പറയാം. കുലില്ലാ സുമ്മദർഹും ഫി ഖൗലിഹിം യൽഅബൂൻ. അള്ളാഹ് എന്ന് പറഞ്ഞാളാ, എന്നാൽ പിന്നെ എന്താ നിങ്ങൾ കാട്ടിക്കോട്ടെ. അപ്പോൾ അള്ളാഹു മനസ്സിൽ കയറിയാൽ പിന്നെ കത്തിയോണ്ട് കുത്തല്ല, അടിക്കല്ല, ചവിട്ടല്ല, വിവരം അറിയില്ല എന്ന രൂപത്തിലാണ് ഉസ്താദിൻ്റെ പോക്ക്. അൽ ഫതാവൽ ഹദീസിയൽ അങ്ങനെ ഉണ്ട്. ഇതൊന്നല്ല. ഖുലില്ലാ സുമ്മദർഹും ഫി ഖൗലിഹിം യൽഅബൂൻ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ വളരെ ലളിതമായ രൂപത്തിൽ ആ വിഷയത്തിന് പരിഹാരം തന്നു. ഈ വന്യരായ ഉസ്താദ് അവറുകളുടെ ചില വാക്കുകൾ അതിൽപ്പെട്ടതാണ് ഈ അൻഫാസിയ ദിക്ർ. ഈ ദിക്റുകളിലൂടെ, അള്ളാഹ് എന്ന ദിക്റിലൂടെയാണ് വന്യരായ ശൈഖുന ഉസ്താദിൻ്റെ അവസാനത്തെ യാത്ര. MKM കോയ ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് അവിടുത്തെ ശിഷ്യന്മാർ, കോയ ഉസ്താദ് യാത്ര കഴിഞ്ഞ് ദർസിലേക്ക് അങ്ങോട്ട് എത്തുന്ന സമയം കൊയഞ്ഞു വീഴാം.
ആ വീഴുന്ന സമയത്ത് കുട്ടികൾ ഓടി വന്ന് പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത്, റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പള്ളിയുടെ നടുവിലൂടെയാണ് കൊണ്ടുപോകുന്നത്. റൂമിലേക്ക് പോകുന്നത് ഉസ്താദ് കൈ കൊണ്ട് കാട്ടി, പള്ളിയിൽ കിടത്താൻ വേണ്ടി ഇങ്ങനെ കാട്ടി, ഇവിടെ കിടത്തിക്കോടിയെന്ന്. അപ്പോഴേക്ക് ആരോ യാസീൻ തുടങ്ങിയിട്ടുള്ളൂ, അല്ലാഹ് എന്നൊരു പറച്ചിലും കോയ ഉസ്താദ് പിരിഞ്ഞു പോവുകയും ചെയ്തു. എത്ര ആളുകൾ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യമൂത്തുൽ മർഉ അലാ മാ ആശ അലൈഹി. ഞാൻ നിർത്തുകയാണ്. ഞാൻ സഖാഫി ഉസ്താദ് ഇവിടെ ഉള്ളത് ഞാൻ അറിയില്ലേ. തുടക്കത്തിൽ ആരും കാണാഞ്ഞപ്പോൾ ഞാൻ കണ്ട് നീറ്റുന്നേ ഉള്ളൂ. ഞാൻ ചുരുക്കുകയാണ്, അവരൊക്കെയാണ് പറയേണ്ടത്. ഞാൻ അപ്പോൾ യമൂത്തുൽ മർഉ അലാ മാ ആശ അലൈഹി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ ജീവിതരേഖ. ഏത് മഹാന്മാരുടെയും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ബഹുമാനപ്പെട്ട ആ മുഅദ്ദീൻ ഉസ്താദ് മരിച്ചപ്പോൾ നമ്മളൊക്കെ വിലയിരുത്തി എന്താ, അദ്ദേഹം നല്ലൊരു ദാക്കിറായിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട ഇമാം യാഫി തങ്ങളെ രണ്ട് രീതിയും ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നുണ്ട്. രണ്ട് രീതിയും, അതായത് ദിക്ർ ചൊല്ലി മരിച്ച സംഭവവും പറയുന്നുണ്ട്, അല്ലാത്തതും പറയുന്നുണ്ട്. രണ്ടു കൂട്ടരും ജീവിത അനുഭവങ്ങളും പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അതിവിടെ പാടുകയും പറയുകയും ചെയ്യുന്നില്ല. അങ്ങനെയാണ്, ജീവിത അനുഭവങ്ങളും പറയുന്നുണ്ട്. നെഗറ്റീവായി ജീവിച്ചു, നെഗറ്റീവായി മരിച്ചു. പോസിറ്റീവായി ജീവിച്ചു, പോസിറ്റീവായി മരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതം അത് അങ്ങനെ തന്നെ. ഞാൻ ഉസ്താദിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോഴൊക്കെ നമ്മൾ കൂടുതൽ പോകാറുള്ളത് ഉസ്താദിൻ്റെ ആന്തരികമായ ചില വലിയ വലിയ വിഷയങ്ങളിലേക്കാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ഫണ്ടിങ് ഉണ്ടല്ലോ, പിരിവ് നടത്തുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ഫിഖ്ഹിയായ മസല സാധുവായ എന്നെപ്പോലുള്ള പലവരും തീരെ പരിഗണിക്കൂല. എന്താ ഫിഖ്ഹിയായ മസല? ഒരു മനുഷ്യനോട് നമ്മളൊരു കാശ് വാങ്ങുകയാണെങ്കിൽ അദ്ദേഹം അത് നമുക്ക് നൽകുമ്പോൾ ലജ്ജയുടെ പേരിൽ നൽകുകയാണ്, കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ എന്നുള്ള നിലക്ക് നൽകുകയാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ആ കാശ് വാങ്ങാൻ പാടില്ല. അദ്ദേഹത്തിന് അങ്ങോട്ട് ആ കാശ് വാങ്ങാൻ പാടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തരാനും പാടില്ല. ഇതിൽ ഇജ്മാ ഉണ്ടെന്നാണ് ഇമാം ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇരിക്കട്ടെ, ഞാൻ ഉസ്താദിൻ്റെ കൂടെ ആദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പിരിവിന് പോകുന്നത് പൂനെയിലേക്കാണ്. നമ്മുടെ ഉസ്മാൻ ഹാജിൻ്റെ സലാമും മറ്റുമൊക്കെ ഉണ്ട്. പൂനെയിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു സദസ്സൊക്കെ സംഘടിപ്പിച്ചു. സദസ്സിൽ വെച്ചിട്ട് എന്ത് പറയണം, എങ്ങനെ പറയണം, ഞാൻ ഉസ്താദിനോട് ഡിസ്കസ് ചെയ്തു. ഞാൻ ഉസ്താദ് എത്തിയ തീരുമാനം എന്താണെന്നറിയോ? സദസ്യരോട് നമ്മൾ വന്ന ലക്ഷ്യം പറയാം. ഈ ഇന്നത്ര തരണം, നിങ്ങളെത്ര, ഇങ്ങനെ ചോദിച്ചിട്ട് അതൊന്നും വേണ്ട. അതൊക്കെ ഈ പ്രശ്നങ്ങൾ വരുന്ന വലിയ കുഴപ്പമുള്ള സംഗതിയാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ സ്ഥാപനം വേണം തീരുമാനിച്ചാൽ ഉസ്താദിൻ്റെ വാക്കുകൾ എങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കാര്യം പറഞ്ഞിട്ട് നല്ല മനസ്സോടുകൂടെ നമ്മുടെ അരികിൽ വന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ അത് സ്വീകരിക്കുക, ഇല്ലേ അച്ചേൽക്ക് പോവുക. എന്നോട് പ്രസംഗിക്കാൻ ഏൽപ്പിച്ചു. ഞാൻ ആമുഖമായി പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, ഉസ്താദ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. വന്നത് എന്തിനാണെന്ന് ഞാൻ പറയാം. ഉസ്താദ് ഇവിടെ അന്ന് മോഡൽ അക്കാദമി അല്ലെങ്കിൽ ജൂനിയർ ദേവ എന്നൊക്കെ പേരുള്ള ആ സംഭവം തുടങ്ങാനാണ്. എന്ത് സ്ഥാപനം തുടങ്ങുമ്പോൾ ഉസ്താദ് പറയുന്നൊരു വാക്കുണ്ട്, ഇതൊന്നും എൻ്റെ വക വെള്ളം ചേർത്ത് പറയല്ലോ കേട്ടോ, എത്രയോ വട്ടം പറഞ്ഞ കാര്യങ്ങളാണ് ഉസ്താദിനോടൊക്കെ ഞാനിത്. ഉസ്താദെ, ഒരു കുട്ടികളുടെ സ്ഥാപനം, ഒരു ജൂനിയർ ദേവ, എന്തിനാ കൊയിലേരെ, എന്തിനാ, നമുക്കിത് പോരെ, ഇങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. സ്വലാത്ത് എല്ലാം തുടങ്ങാൻ പറയുമ്പോൾ ഒരു കൊല്ലത്തോളം നമ്മൾ ബാക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് പറയൽ എന്താ, ആയിട്ടില്ല അംസക്കുലേരെ, ആയിട്ടില്ല, തുടങ്ങാം, തിരക്കൂട്ടില്ലേ. അങ്ങനെ പിന്നെ മദീനയിൽ പോയി വന്നപ്പോഴാണ് ഉസ്താദ് ഇനി നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞത്. അതേപോലെ ഈ സ്ഥാപനത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോഴും ഉസ്താദ് സമ്മതിച്ചിട്ടില്ല. അവസാനം നമ്മുടെ മൊയ്തീൻ മാഷിൻ്റെ ഓർമ്മ എങ്ങനെയാണ്, മൊയ്തീൻ മാഷ് വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഇതിൻ്റെ അനിവാര്യത എങ്ങനെയാണ്, അത് തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ മൊയ്തീൻ മാഷിനോട് പറഞ്ഞതല്ല കേട്ടോ, മൊയ്തീൻ മാഷ് തന്നെ അവരുടെ അഭിപ്രായമായിട്ട് ഉസ്താദിനോട് വന്ന് പറഞ്ഞ, അപ്പോൾ ഉസ്താദ് എന്നാ തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പൂനെയിലേക്ക് പോകാൻ വേണ്ടി അന്ന് 85,000 റുപ്യ ഒരു നിശ്ചിത ഫണ്ട് അതിന് നമ്മൾ വേണം, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പോയപ്പോൾ ഞാൻ
ആമുഖമായി ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു ഉസ്താദ് വന്നത് ഇന്ന ആവശ്യത്തിനാണ്. പക്ഷേ നിങ്ങൾക്ക് ബാഹ്യമായി നിങ്ങളൊക്കെ കാണുമ്പോൾ, നിങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ്റിയതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. അതൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാശും തരണ്ട. അല്ലാത്ത നിലക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, ഉസ്താദിനെ സന്തോഷിപ്പിക്കാൻ പറ്റും എങ്കിൽ അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദിനോട് വന്ന് പറയും. ഉസ്താദ് ഇരുന്ന് ഇതൊന്നും കൂടി ശക്തിപ്പെടുത്തി ഉസ്താദ് അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ ഒരു വൈമനസ്യവുമില്ലാതെ ആ ഏറ്റെടുത്ത സംഖ്യ, ആ സദസ്സിൽ നിന്ന് ഉസ്താദിന് ആവശ്യമായ സംഖ്യ അവരെല്ലാവരും ഏറ്റെടുത്തു, കാശൊക്കെ കൊടുത്തു, നേരെ ഇങ്ങോട്ട് പോകുന്നു. ഒറ്റ സദസ്സ്, ഒരു സദസ്സ്, വേറെ ഒന്നും വേണ്ടി വന്നില്ല, അച്ചയിൽ ഇങ്ങോട്ട് പോകുന്നു. ഉസ്താദ് ദീനിൻ്റെ വിഷയങ്ങളാണെങ്കിലും ഏത് വിഷയങ്ങളിലും കാണിക്കുന്ന ഏറ്റവും വലിയ പൊങ്ങച്ചങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ, ദീനിൻ്റെ വിഷയങ്ങളാണെങ്കിലും ദീനിൻ്റെ പേരിലും പൊങ്ങച്ചം വരും എന്ന് നമ്മൾ അറിയാതെ പോകരുത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സംഘടനയുടെ പേരിൽ വരും, ഇതൊക്കെ നല്ല സംഘടനക്കാണ്ട് കയറിയാൽ പിന്നെ ഇനി തെറ്റൊന്നുമില്ല നമ്മൾ ധാരണ, എന്ത് തോന്നിയാസം ചെയ്യാം, അതിൻ്റെ ലൈസൻസാണ്. അങ്ങനൊന്നുമില്ല. വളരെ ശ്രദ്ധിക്കണം. ഒരു മുദരിസായി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. സാധാരണക്കാരനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. സാധുവായ എന്നെപ്പോലുള്ള ആളുകൾ പേടിക്കേണ്ടതാണ്. പടച്ചറബ് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അങ്ങനെ ഞങ്ങൾ പറയാൻ പറ്റുള്ളൂ. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഓതുന്ന സമയത്ത് കരയാറുണ്ടായിരുന്നു എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഏതാണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ആദ്യമായി പരലോകത്ത് വിചാരണക്കെടുപ്പെടുന്ന മനുഷ്യൻ അവൻ പണ്ഡിതനാണ്. പണ്ഡിതനോട് ചോദിക്കും, നീ എന്താണ്, നിനക്ക് ഞാൻ ഇൽമു തന്നു, അറിവ് തന്നു, പാണ്ഡിത്യം തന്നു, നീ അതെന്തിൽ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഖദ് ഖുംതു ബിഹി ആനാ അൽ-ലൈലി വഅത്റാഫൻ നഹാർ, പകലന്തിയോളം ദീനിൻ്റെ കാര്യത്തിൽ രാത്രിയിൽ പുലരും വരെ ഞാൻ ആ ഇൽമുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പറയും, നീയോ അതോ അത് നിനക്ക് ഒരു പണ്ഡിതനാണെന്ന് പേര് കിട്ടാനും പെരുമ കിട്ടാനും അല്ലടോ, പിടിക്കടാവനെ നരകത്തിലേക്ക് കൊണ്ടുപോയിട് എന്ന് പറയും. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലുതായി കാണുന്ന, രക്ഷപ്പെട്ടു എന്ന് നമ്മൾ ധരിക്കുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഒന്ന് പണ്ഡിതനാണ്, മറ്റൊന്ന് ധർമ്മിഷ്ഠനാണ്, മൂന്നാമത്തതായിട്ടുള്ളത് യോദ്ധാവാണ്, രക്തസാക്ഷിയാണ്. 3 കൂട്ടരെയും പിടിച്ച് നരകത്തിലേക്ക് ഇടുന്നത് നെയ്യത്തുകൾ ശരിയല്ലാത്തത് കൊണ്ടാണ്. പടച്ചറബ് നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ വിജയം. ഇഖ്ലാസ് അതേറ്റവും പ്രധാനമായ. പക്ഷേ ഇതൊക്കെ ഉസ്താദിൻ്റെ ആന്തരികമായ ഗുണങ്ങളാണ് ഉസ്താദിനെ ഏറ്റവും വലുതാക്കിയത് എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയത്. പക്ഷേ അത് മാത്രമല്ല, ഞാൻ അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു പോയ സദസ്സിൽ ഉസ്താദിൻ്റെ വിഷയം സംസാരിക്കാൻ എന്നേക്കാൾ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ അർഹതപ്പെട്ടവർ ആയ ആളുകൾ ആര് എന്ന് നോക്കിയിട്ട് ഉസ്താദിന് ദർസിൽ ചൊല്ലിക്കൊടുത്ത ബഹുമാനപ്പെട്ട നല്ലളം മൊയ്തീൻകുട്ടി ബാക്കവി ഉസ്താദിനെയും കോടമ്പയ വാവ ഉസ്താദിനെയും വീരാങ്കാവ് ഉസ്താദിൻ്റെ ദർസിൽ ഉസ്താദ് പഠിക്കുമ്പോൾ സീനിയർമാരായിരുന്നു അവരൊക്കെ. ഉസ്താദ് 12ാം വയസ്സിൽ കിതാബ് ഓതാൻ പോയ ആളാണ്, ചെറിയ പ്രായത്തിൽ. 19ാം വയസ്സിൽ ഉസ്താദിന് കല്യാണം കഴിഞ്ഞ് വെല്ലൂരിലേക്ക് പോയി. ഉസ്താദ് തന്നെ പറയാറുണ്ട്, അതിന് മോശമായ രൂപത്തിൽ ചിന്തിച്ചു പോകരുത്. ചെറിയ പ്രായമായതുകൊണ്ട് 13-14 വയസ്സൊക്കെ, 13 വയസ്സിലോ 14 വയസ്സിലോ ആകുമ്പോഴാണ് ആലിഫ്യ ഓതുന്നത്. ആ 13ാം വയസ്സിലൊക്കെ കിതാബ് ഓതുന്ന സമയത്ത് ചെറിയ പ്രായമല്ലേ, ചിലപ്പോൾ വീരാങ്കോ ഉസ്താദാണ് താനും. വീരാങ്കോ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, വളരെ എന്താ പറയുക, അത്രയും പാവമായിട്ടാണ് ദർസെടുത്ത്. ഉസ്താദ് ദർസ് നടത്തുമ്പോൾ ചിലപ്പോൾ അവിടെ ഉറങ്ങിപ്പോവും, ചെറിയ കുട്ടി എന്നുള്ളതൊക്കെ അവിടെ ഉറങ്ങിപ്പോവും. കഴിഞ്ഞാൽ വീരാങ്കോ ഉസ്താദ് വിളിക്കും, തങ്ങളെ നീക്കാൻ. അതേ ഉസ്താദ് അലിഫ്യ കഴിഞ്ഞ ഉടനെ 14ാം വയസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഉസ്താദ് പറഞ്ഞത്. അലിഫ്യ കഴിഞ്ഞ ഉടനെ വീരാങ്കോ ഉസ്താദ് വിളിച്ചു, തങ്ങളെ അലിഫ്യ ദർസ് നടത്തണം.
അലിഫ്യ ദർസ് നടത്തണം. ഉസ്താദ് പറയണേ, ഞാൻ ദർസ് നടത്തി. അലിഫ്യ മുഴുവനും ദർസിൽ നിന്ന് ഞാൻ ഓതിക്കൊടുത്തു. ചെറിയ പ്രായത്തിൽ 19-ാം വയസ്സിൽ ഉസ്താദ് വെല്ലൂരിൽ പോകുന്നു. 21-ാമത്തെ വയസ്സിൽ ഉസ്താദ് മുദരിസാകുന്നു. ആ സമയത്തേക്ക് ഉസ്താദ് അലിഫ്യക്ക് ഓതിക്കൊടുത്തെന്ന് മാത്രമല്ല, ഈ 20-ാമത്തെ വയസ്സിൽ വെല്ലൂരിൽ നിന്ന് ഞാൻ നേരിട്ട് സാക്ഷിയാണ്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ കുഞ്ഞാലി ഉസ്താദ്, അതുപോലെ തന്നെ പടിഞ്ഞാറങ്ങാടിയിൽ മുദരിസായ നമ്മുടെ KC ഉസ്താദ്, അവരൊക്കെ വലിയ 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 പണ്ഡിതന്മാരും ധാരാളം ശിഷ്യന്മാരുള്ളവരാണ്. അവര് ബഹുമാനപ്പെട്ട CT അബൂബക്കർ ബാക്കവി ഉസ്താദ് ആക്കോട് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഉസ്താദിൻ്റെ അരികിൽ നിന്ന് വെല്ലൂരിൽ നിന്ന് മൈബദി ഓതി. അത്ഭുതമായിട്ട് ഉസ്താദ് പറയാറുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവില്ലേ? ഉസ്താദിനോട് ചോദിക്കണം അവർ മൈബദി ഓതി തരാൻ. അതിന് വേറെ കാരണമുണ്ട്, അങ്ങോട്ട് ഇപ്പം ഞാൻ കടക്കുന്നില്ല. കടന്നാൽ ചിലപ്പം വേറെ വഴിക്കൂടെ സഞ്ചരിച്ചു പോകും, അതുകൊണ്ട് കടക്കുന്നില്ല. ഈ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് മൈബദി ഓതിക്കൊടുത്തു ഉസ്താദ്. അവരോട് ഞാൻ നേരിട്ട് സംസാരിച്ചു. ഉസ്താദ് തമാശയിൽ പറയാറുണ്ട്, മൈബദിൻ്റെ പേടിയൊക്കെ പോയിക്കണം സഖോയ, അതൊക്കെ ഞാൻ വെല്ലൂരിൽ തന്നെ ഓതിക്കൊടുത്തിട്ട് പറയും. പക്ഷേ ഞാൻ അവരെ നേരെ കണ്ട് ചോദിച്ചു. അവരത് അതിൻ്റെ വസ്തുനിഷ്ഠമായിട്ട് എന്നോട് ആ കാര്യം പറഞ്ഞു തന്നു. ഉസ്താദ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവർ പറഞ്ഞു തന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അങ്ങനെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് ഓതിക്കൊടുത്ത ആളാണ് നല്ലളം മൊയ്തീൻകുട്ടി ബാക്കവിയും ബാബ ഉസ്താദും ഒക്കെ. ഈ നല്ലളം മൊയ്തീൻകുട്ടി ബാക്കവി ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ പറയാണ്, ഞാൻ അത്ഭുതത്തോടുകൂടെ നോക്കിക്കാണുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ചെറിയ പ്രായത്തിൽ 12-13 വയസ്സുള്ള ആ പ്രായത്തിൽ, ചെറിയ പ്രായത്തിലാണ് ഉസ്താദ് അവിടെ പഠിക്കുന്നത്, കോടമ്പുഴയിൽ വീരാങ്കോ ഉസ്താദിൻ്റെ അടുത്ത്. അന്ന് കുട്ടികൾക്ക് വീരാങ്കോ ഉസ്താദ് അങ്ങനെയാണ്, ഒരു പറ്റ പാവമായിട്ടുള്ള ഒരു ആരോടും ഒരു അങ്ങനെ ഉണ്ടാവില്ലേ, വളരെ സോഫ്റ്റാണ്. അങ്ങനത്തെ ആ സമയത്ത് 4 റക്അത്ത് ളുഹാ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുമായിരുന്നു ഉസ്താദ്. 4 റക്അത്ത് അന്ന് കൃത്യമായിട്ട് നിസ്കരിക്കുമായിരുന്നു. ഞങ്ങൾ പോലും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ തങ്ങൾ വളരെ കൂടുതൽ അതിന് ജാഗ്രതയോടുകൂടെ നിർവഹിക്കാറുണ്ട്. അത് ചെറുപ്പത്തിലാണെങ്കിൽ. ഇപ്പോൾ മുദരിസായതിനു ശേഷം CT ഉസ്താദ് പ്രസംഗിക്കുകയാണ്, ഞങ്ങൾ ഹറമിൽ വെച്ച് പല റമലാനുകളിലും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ആ റമലാനുകളിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇശായ് നിസ്കരിച്ച് കുറച്ചൊന്ന് കിടന്നിട്ട് എഴുന്നേറ്റിട്ട് പള്ളിയിലേക്കാണ്ട് പോകും. ഹറമിലേക്കാണ്ട് പോയാൽ സുബിഹി വരെ നീണ്ട സമയം നിസ്കാരമാണ്. അപ്പോൾ ബാഹ്യമായും ആന്തരികമായുള്ള പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഉസ്താദിന് ഏകദേശം 25 വയസ്സ് 24 വയസ്സുള്ള സമയത്താണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇവിടെ ഒരു കുട്ടി റെയിൽവേ ട്രാക്കിന് കുടുങ്ങിപ്പോകുന്നത്. ഹുസൈൻ എന്ന പേരിലുള്ള ഒരു കുട്ടിയാണ്. സാധുവായ ഞാൻ എൻ്റെ താഴെയുള്ള ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അവൻ ഇവിടെ വെച്ച് ട്രെയിനിൽ കുടുങ്ങിയിട്ട് കഴുത്ത് മുറിഞ്ഞുപോയി, കൈയും കാലും ഒക്കെ എല്ലാം കഷ്ണമായി പോയി. ഉസ്താദ് കുത്തുബി ആണെന്ന് തോന്നുന്നു ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെറിയ മുണ്ടം ഹുസൈൻ മുസ്ലിയാർ, അതുപോലെ വളപുരം KC ഹംസ മുസ്ലിയാർ, അതുപോലെ തന്നെ ഇബ്രാഹിം മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെയൊക്കെ സീനിയർമാരായ ഒരു ബാച്ച് ഉണ്ടായിരുന്നു. അവർക്ക് കുത്തുബി ഓതി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം നടന്നതായിട്ട്. ഞാനാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആ കുട്ടീൻ്റെ കൂടെ. ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് പറയാം. സംഭവം വിശദീകരിക്കുന്നില്ല. ഉസ്താദ്, ഞാൻ അവിടെ നിലത്ത് വീണ് കിടക്കുന്ന സമയത്തുണ്ട്, ഉസ്താദ് ഇങ്ങനെ പോകുന്ന രംഗം കാണുന്നുണ്ട്. ഒരു ബനിയനും ഒരു തുണിയും മാത്രമേ ഉള്ളൂ, തലയിൽ തൊപ്പിയും. ഉസ്താദ് ഓടുകയാണ്. ഓടിയിട്ട് അങ്ങോട്ട് ചെന്ന് ഉസ്താദ് ചെല്ലുന്ന സമയത്ത് ആ മയ്യത്തിൻ്റെ ഉടലുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, തല കാണുന്നില്ല. കൃത്യമായി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരം തിരഞ്ഞപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ വെച്ചാണ് ആ ഹുസൈൻ്റെ തല കിട്ടിയത്. പടച്ചോൻ അവൻ്റെ പരലോകം സന്തോഷാക്കി കൊടുക്കട്ടെ. മുതാലിമാകുമ്പോൾ മരിച്ചതാണല്ലോ.
ഉസ്താദ് അത് മയ്യത്തൊക്കെ എടുത്ത് വെച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവിടെ വെച്ച് തന്നെ പോലീസും ഡോക്ടേഴ്സും ഒക്കെ വന്ന് ഇൻക്വസ്റ്റും മറ്റുമൊക്കെ അവിടെ പോസ്റ്റ്മോർട്ടമൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ നടത്തി. അവിടുന്ന് ഈ പള്ളിയിലേക്ക് പോലും കൊണ്ടുവരാൻ കഴിയുന്നില്ല. ആ പുഴയിൽ വെച്ച് തന്നെ കുളിപ്പിച്ചു. ആ മയ്യത്തിന് അവരെ മറമാടുന്നു. ആ സമയത്ത് പിന്നീട് ആ തലക്ക് കിട്ടിയൊക്കെ യോജിപ്പിച്ചതിന് ശേഷം ഉസ്താദ് ഓടി വന്നിട്ട് എൻ്റെ കയ്യും പിടിച്ച് പോയിട്ട് ഞാൻ ആകെ എവിടെ മാനസിക നിലക്ക് തെറ്റിയൊരവസ്ഥ എത്തി. ഇവരൊക്കെ നമ്മളെ കേട്ടി അനീഫ് മുസ്ലിയാരൊക്കെ അവിടെ ഉണ്ട്, സലാം മദീനി ഉണ്ടാവും, ഇവരൊക്കെ ഉള്ള സമയത്താണ് പിടിച്ച് കട്ടിമുരിരുത്തിയിട്ട് ഒരു ഉപദേശം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ മാനസികമായി ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന ആത്മഹത്യ ചെയ്യുന്ന ഒരു വക്കിലേക്ക് വരെ ഞാൻ എത്തിപ്പോയി. പേടിച്ചിട്ട് സമനില തെറ്റിപ്പോയി. ഉസ്താദിൻ്റെ ഒരൊറ്റ പിടുത്തവും ഒരൊറ്റ സമാധാനിപ്പിക്കലും. ആ സമാധാനിപ്പിക്കൽ തന്നെ ഇവിടുന്ന് കുടുംബങ്ങളൊക്കെ ഓടി വന്ന് അവരൊക്കെ നമ്മുടെ ഇബ്രാഹിച്ച അവരൊക്കെ ഹുസൈൻ്റെ ജ്യേഷ്ഠനും കുടുംബങ്ങളും വാപ്പ ആരൊക്കെ വന്ന് അവരൊക്കെ ഉസ്താദ് ഒരൊറ്റ വാക്കുകളിലൂടെ സമാധാനിപ്പിച്ചു. ഉസ്താദിൻ്റെ ആ സമാധാനിപ്പിക്കൽ അതിൻ്റെ പിന്നിലുള്ളത് ഒരു തവക്കുലിൻ്റെയും ഒരു ഇഖ്ലാസിൻ്റെയും ഉള്ളിലേക്ക് തട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. 87 ഞങ്ങളിവിടെ പഠനം തുടങ്ങി 2-3 വർഷമായിട്ടുള്ളൂ. മൂന്നാമത്തെ വർഷമാണ്. ആ സമയത്താണ് അവിടുത്തെ പൊന്നുപ്പ ഷെയ്ഖ് അഹ്മദ് അൽ ബുഖാരി തങ്ങൾ വഫാത്താകുന്നത്. ആ സമയം ഇവിടെ അന്ന് ഫോൺ കോളുകളൊന്നും ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് വേണം ഫോൺ. അങ്ങനെ ഇവിടേക്ക് നമ്മുടെ അസീന രാജിൻ്റെ വീട്ടിലേക്ക് ഫോൺ വന്നു. ഉസ്താദിനോട് ഫോൺ വന്നവരൊന്നും കൃത്യമായി പറയുന്നില്ല. പറയടോ, എന്താ സംഭവിച്ചത് പറയും. ഏറിക്കഴിഞ്ഞാൽ മരണം, അതിലുള്ളൂ, പറ. അങ്ങനെ ഏറിക്കഴിഞ്ഞാൽ മരണം, എന്താ ഉള്ളത് പറ, അതിലപ്പുറമൊന്നുമില്ല. മരണമെങ്കിൽ മരണം. ഒരു വല്ലാത്ത ഒരു ഹിമ്മത്തും തവക്കുലും അത് ഉസ്താദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. സലാമത്ത് അല്ലാഹു കണക്കാക്കിയാൽ സലാമത്ത് ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇല്ല. ഒരു വല്ലാത്തൊരു പറച്ചില ഇടക്കിടക്ക് പറയുന്ന ഉസ്താദിന്റെ ചില മുദ്രാവാക്യങ്ങളെ പോലെയാണത്. അന്തസ്സലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത റബ്ബന വതആലൈത യാദുൽ ജലാലി വൽ ഇക്റാം. നിസ്കാരങ്ങൾക്ക് ശേഷം ഇവിടെ ഈ ലോകം മുഴുവനും, ഞാൻ നിർത്തുകയാണ്, ഈ ലോകത്ത് മുഴുവനും പ്രചരിക്കേണ്ടുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്ദരമായ ഒരു വലിയ സന്ദേശം നിങ്ങൾക്കറിയുമോ? സലാമത്തിനെ ആകമാനം വ്യാപിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഇസ്ലാമിൻ്റെ ശൈലി. നമ്മൾക്ക് പരസ്പരം കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. നോക്കി നിങ്ങൾ, അസ്സലാമു അലൈക്കും. നിസ്കാരത്തിൽ എല്ലാ ദിവസവും 5 നേരം നിർബന്ധമായും പറഞ്ഞോളണം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. നിസ്കാരം സലാം വിട്ടിയാൽ അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത റബ്ബനാ യാദുൽ ജലാലി വൽ ഇക്റാം. ഇതൊക്കെ സലാം കൊണ്ടുള്ള അത്. ഈ വിഷയം നിസ്കാരത്തിൻ്റെ ശേഷം ഇങ്ങനെ ഒരു ലൈലത്തുൽ ഖദറിൽ മലായിക്കത്തുകൾ ഇറങ്ങി വന്നാൽ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ വരെ സലാമാണ്. മലായിക്കത്തുകൾ പരസ്പരം സലാം പറഞ്ഞുകൊണ്ടേ നടക്കുന്നു. ഈ സലാം എന്താണ് സലാം? ആ സലാമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അള്ളാഹുവാണ് സലാമടോ, അള്ളാഹുവാണ് രക്ഷപ്പെടുത്തേണ്ടതടോ, മറ്റൊരാൾക്കും കഴിയില്ല. ഇവിടെ ആര് തുഞ്ഞിട്ടും കാര്യമില്ല, നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനെ കഴിയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പറയും അംസക്കോയ, ആര് വിചാരിച്ചിട്ടും കാര്യമില്ല, അള്ളാഹു വിചാരിക്കണം. അങ്ങനെ തന്നെയല്ലേ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്. ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവമേറിയ വിഷയമായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മളൊക്കെ കോഴിയെ വളർത്തുന്നവരാണ്, കോഴിയെ വളർത്താറുണ്ടല്ലോ നമ്മൾ, അല്ലേ? നമ്മുടെ കൂട്ടിലേക്ക് സുശക്തമായ ഒരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് കമ്പി മറ്റുമൊക്കെ വെച്ചുകൊണ്ട് നല്ല സുശക്തമായ കൂടുണ്ടാക്കും. ഒരു ദിവസമെങ്ങാനും കൂടെ അടക്കാൻ മറന്നുപോയാൽ സുബ്ഹാനല്ലാഹ്, പിറ്റേ ദിവസം ആ കോഴിനെ നമുക്ക് കാണൂല. കുറുക്കനോ അല്ലെങ്കിൽ കീരിയോ അതുപോലുള്ളത് വന്നുകൊണ്ട് ആ കോഴിക്കളെ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടാവും, അല്ലേ? സ്വാഭാവികല്ലേ? ഇവിടെ നമ്മൾ പോറ്റുന്ന, നമ്മൾ ഇഷ്ടംപോലെ ഒളിക്കാനും മറ്റൊക്കെ സൗകര്യങ്ങളുള്ള നമ്മുടെ നിയന്ത്രണത്തിലുള്ള കോഴിയെ ഒറ്റ ദിവസം നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ മതി, അതിനെ എല്ലാം തിന്നുപോകും, അല്ലേ? എന്നാൽ
കാട്ടിലെത്ര കാട്ടുകോഴികളുണ്ട്? കാട്ടിലെ സ്ഥിതി എന്താ? കോഴിക്കൂട് അവിടെ ഉള്ളത്. അവിടെ മുഴത്തിന് മുഴമായും മറ്റുമൊക്കെ ആ കോഴികളെ നശിപ്പിക്കാനുള്ള നാട്ടിലുള്ള കുറുക്കനെ പോലെയല്ല, എത്രയോ വലിയ ആ കോഴിയെ പിടിച്ച് ഒറ്റ മിണുങ്ങലിന് തിന്നാൻ പറ്റിയ എന്തെല്ലോ സാധനങ്ങൾ കാട്ടിലുണ്ട്. പക്ഷേ തീരെ തിന്നണില്ല എന്നല്ല പറയണത്, തിന്നുന്നുണ്ടാവും. എത്ര കോഴികൾ ചെറിയ പ്രായത്തിൽ അത് മുട്ടയിട്ട് വളരുന്നത് തന്നെയല്ലേ, അതിനെ മുട്ട സംരക്ഷിക്കപ്പെടുന്നു, അതിനെ കുഞ്ഞാകുന്ന സമയത്ത് സംരക്ഷിക്കപ്പെടുന്നു. അത് എത്ര നല്ല എത്ര കാട്ടുകോഴികളാണ്. സുബ്ഹാനല്ലാഹ്, ഈ കോഴികളെ ആരാണ് സംരക്ഷിച്ചത്? അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. കടലിൽ നിങ്ങൾ നോക്ക്, നമ്മളൊരു അക്വേറിയം ഉണ്ടാക്കി, ചെറിയ അക്വേറിയം. അതിൽ നല്ല നല്ല മത്സ്യങ്ങളെ കൊണ്ടുപോയിട്ട് ആ മത്സ്യങ്ങളെ കൂടെ ചെറിയ ഒരു മത്സ്യക്കുഞ്ഞിനെ കൊണ്ടുപോയിട്ടാൽ നേരം വെളുക്കുമ്പോൾ മുമ്പരെ കാണൂല. എന്താ കാരണം? അതിനെ ശാപ്പിട്ട് പോയി. എന്നാൽ കടലിൽ എത്ര ചെറിയ മത്സ്യങ്ങളുണ്ട് സഹോദരാ, എത്ര ചെറിയ മത്സ്യങ്ങളാണ്. വലിയ മത്സ്യങ്ങളെല്ലാം ചെറുതായിട്ട് തന്നെയല്ലേ വലുതാകുന്നത്. പക്ഷേ ആ മത്സ്യക്കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചത് ആരാണ്? തിമിങ്ങലമടക്കം സ്രാവുകളടക്കം. ഒരു മനുഷ്യനതിലേക്ക് വീണുപോയാൽ പോലും സ്രാവുകളകത്താക്കി പോകുന്നു. അത്രയും വലിയ മനുഷ്യനെ പോലും വിഴുങ്ങാൻ പറ്റിയ എത്ര ജന്തുക്കളുണ്ട്. അജായിബുൽ മഖ്ലൂഖാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, കരയിലുള്ളതിനേക്കാളും വലിയ ജന്തുക്കൾ കടലിലാണുള്ളത്. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജന്തുക്കൾ കടലിലാണുള്ളത്. കരയിലുള്ളതിനോട് തുല്യമായ ജന്തുക്കളൊക്കെ കടലിലുമുണ്ട്. എന്നിട്ടും എന്തേ ചെറിയ ചെറിയ മത്സ്യങ്ങൾ കടലിൽ സുരക്ഷിതമായി ജീവിക്കുന്നു. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത അൽ ജലാലി വൽ ഇക്റാം. ഒരു കോഴിമുട്ടയെങ്ങാനും നമ്മളിവിടെ താഴെ നിന്ന് തീരെ തൊലിക്ക് ഖനമില്ലാത്ത സമയമാണ് കോഴി അതിൻ്റെ മുട്ട താഴേക്കിടുന്ന സമയം. പക്ഷേ ആ കോഴി ഉയർന്നു നിൽക്കുന്ന കോഴിയുടെ പിന്തുവാരത്തിലൂടെ കോഴിമുട്ടയുടെ തൊലി വളരെ ദുർബലമായ സമയത്ത് ആ കോഴി അതിൻ്റെ മുട്ടയെ താഴേക്കിട്ടിട്ട് ഏതെങ്കിലും ഒരു മുട്ട പൊട്ടിയിട്ടുണ്ടോ? കടയിൽ നിന്ന് എല്ലാ നിലക്കും തൊലി ഉറച്ചിട്ടുള്ള നല്ല മുട്ടത്തോടുള്ള മുട്ട കൊണ്ടുവരുമ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് 10 മുട്ടയിൽ നിന്ന് എത്ര മുട്ട പൊട്ടിപ്പോയി. എന്നാൽ ആ കോഴിയുടെ ബിന്ദുവാരത്തിലൂടെ ആ മുട്ട താഴേക്ക് വീണപ്പോൾ പൊട്ടിയില്ല. മുട്ടയെ സംരക്ഷിച്ചവൻ ആരാണ്? അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. വന്യരായ ശൈഖുനായിൽ ഈ ഒരു വലിയ വിശ്വാസം ശക്തമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എൻ്റെ മകള് എനിക്കൊരു മെസ്സേജ് വിട്ടു തന്നു. ബഹുമാനപ്പെട്ട ജലാല് തങ്ങപ്പാപ്പൻ്റെ മെസ്സേജാണ്, ഞാൻ കണ്ടിരുന്നില്ല. മകൾ വിട്ടു തന്നപ്പോഴാണ് കണ്ടത്. ഉസ്താദിൻ്റെ ഉറൂസിലേക്ക് ഒരു ചാക്ക് അരി നേർച്ച ചെയ്തപ്പോൾ അതിൻ്റെ അത്ഭുതം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷേ അതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഉസ്താദിൽ നിന്ന് ഞങ്ങൾ ജീവിതകാലത്ത് തന്നെ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചേളാരിയിൽ പടിക്കോട്ടും പടിയിൽ ഉസ്താദ് ദർസ് നടത്തുന്ന സമയം, അല്ലെങ്കിൽ ആക്കോട് ദർസ് നടത്തുന്ന സമയം എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. അവിടെ വെച്ച് നമ്മുടെ KT അനീഫ് മുസ്ലിയാരുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി, ഒരു മുത്താലിമ് ഉസ്താദിൻ്റെ ദർസിൽ പഠിക്കുന്നുണ്ട്. ശൈത്താൻ ഇളകുന്ന സമയമാണ്. ഉസ്താദ് വടിയെടുത്ത് അടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പോയി. ഉസ്താദ് പെട്ടെന്ന് ഈ കുട്ടിയോട് ദേഷ്യം പിടിച്ചടിക്കുകയാണോ? നമ്മൾ ചോദിച്ചു, ഉസ്താദെ ആ കുട്ടിൻ്റെ കുഴപ്പമില്ലല്ലോ, ശൈത്താൻ കൂടിയതല്ലേ? എടോ, ഇത് ആ കുട്ടിക്ക് വേദന ഉണ്ടാവില്ല,
ഞാൻ അടിക്കുന്നത് പിശാചിനെയാണ്. സുബ്ഹാനല്ലാഹ്. അത് അങ്ങനെ തന്നെ ആ കുട്ടിയുടെ ആ നല്ല ബോധം, നല്ല അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അടി കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് ആ കുട്ടി പറഞ്ഞു. ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ശൈത്താനിനെ നേരിടാൻ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. പഴയ കാലത്തൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തതുപോലെ വേണമെന്നില്ല. ഞാൻ ഉമർ ഫാറൂഖ് തങ്ങളുടെ അരികിലേക്ക് ചികിത്സക്ക് പോകും കേട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുവിധം ശൈത്താന്മാര് മാറിക്കോളും കേട്ടോ. കാരണം ശൈത്താനിന് അറിയാം ഇതാള് വേറെയാണെന്ന് അറിയാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയം സുബ്ഹാനല്ലാഹ് പള്ളിയിൽ മറ്റൊരാൾ നിസ്കരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ നിസ്കരിക്കുന്ന മനുഷ്യനെ പേപ്പിക്കാൻ വേണ്ടി ഒരു ശൈത്താൻ ഉള്ളിലേക്ക് കടക്കണം. പക്ഷെ അവൻ പേടിച്ചിട്ട് ഉള്ളിലേക്ക് കടക്കുന്നില്ല. അപ്പം വേറൊരു ശൈത്താൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തടോ ആ നിസ്കരിക്കുന്ന മനുഷ്യനെ പേപ്പിക്കാൻ എനിക്ക് ഇത്ര പ്രയാസമാണോ എന്ന് ചോദിച്ചപ്പോൾ ലാ അഖാഫു ഹാദൽ മുസല്ലി ബൽ അഖാഫു ദാലിക്കൻ നായിം. ഈ ഇരിക്കുന്ന നിസ്കാരക്കാരനെയല്ല ഞാൻ പേടിക്കുന്നത്, അപ്പുറത്ത് കിടക്കുന്ന ഉറങ്ങുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അതാരാണ്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അയാളെ എനിക്ക് പേടിയാണ്. അപ്പൊ ശൈത്താനിന് മനുഷ്യന്മാരെ പേടിയുണ്ട് എന്ന് മാത്രമല്ല മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ ജിന്ന് കൂടിയ ആൾക്കാർ എന്ന് പറയുന്നത് പോലെ ചില ആളുകളെ മനുഷ്യൻ കൂടും. ആ മനുഷ്യൻ കൂടുമ്പോൾ അവർക്ക് എന്ത് പറയും? മുസാബുൽ ഇൻസ് എന്ന് പറയും. ജിന്നുകളുടെ കൂട്ടത്തിൽ അങ്ങനെ മനുഷ്യന്മാരെ പേടിച്ചിട്ട് മനുഷ്യൻ കൂടിയ ആൾക്കാരുണ്ട് എന്ന് മഹാന്മാരെ ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം ഹദീസിൽ വന്നത് തന്നെ നമ്മൾ കേട്ടതാണല്ലോ. ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനായ പിശാചിനെ പോലും പേടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നറിയോ? ബാഹ്യമായും ആന്തരികമായും ദിശ മുഴുവനും തിരിച്ചു വച്ചത് റഹ്മാനായ റബ്ബിലേക്കാണ്. അവിടുത്തെ ഏറ്റവും വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്നത് പോലെ അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ മഹാനായ അഹ്മദുൽ ബുഖാരി തങ്ങൾ വലിയ ആബിദായിരുന്നു, വലിയ സൂഫിയായിരുന്നു, വലിയ മുർഷിദായിരുന്നു. ചെറുപ്പത്തിലൊക്കെ നമ്മൾ അവരെ കണ്ടിട്ടാണ് ശരിയായ റൂട്ട് പഠിച്ചത്. ആ ഉപ്പാൻ്റെ തെർബിയത്ത് വല്ലാത്ത തെർബിയത്താണ്. ആ ഉമ്മായിക്ക് അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. ആ ഉമ്മായുടെ തെർബിയത്ത് വല്ലാത്ത തെർബിയത്താണ്. ആ തെർബിയത്തിൻ്റെ തണലിൽ ജീവിച്ച ഉസ്താദ് സുബ്ഹാനല്ലാഹ് അവരുടെ ഉപ്പ ഹാമിദുൽ ബുഖാരി, അവർക്കുള്ള മക്കൾ 3 പേരും വലിയ മഹാന്മാരായിരുന്നു. മൂത്ത മകൻ വലിയ ഫഖീഹായിരുന്നു, സാധുവായ ഞാൻ 3 പേരെയും കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ ദറജ അല്ലാഹു കൊടുക്കട്ടെ. അവരുടെ ഉപ്പ ഫഖ്റുദ്ദീൻ ബുഖാരി കരുവന്തിരുത്തി ചാലിയം, അവരുടെ ഉപ്പ ബഹുമാനപ്പെട്ട അഹ്മദുൽ ബുഖാരി ചാലിയം, അവരുടെ ഉപ്പ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ ബുഖാരി കരുവന്തിരുത്തി. ഈ ഫഖ്റുദ്ദീൻ ബുഖാരി തങ്ങളുടെ മറ്റൊരു മകനാണ് മുഹമ്മദുൽ ബുഖാരി, അവരുടെ മറ്റൊരു മകനാണ് ബഹുമാനപ്പെട്ട ഹാമിദുൽ ബുഖാരി, അവരുടെ മറ്റൊരു മകനാണ് അബൂബക്കറുൽ ബുഖാരി, അവരുടെ മകനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇവരൊക്കെ വലിയ വലിയ പടുകൂറ്റൻ വലിയ മഹാന്മാരുടെ കീഴിൽ വന്നവരാണ്. ഉസ്താദിൻ്റെ ഉമ്മ ബഹുമാനപ്പെട്ട ഫാത്തിമ ഇമ്പിച്ചി ബീവി, ആ ഉപ്പ അഹ്മദുൽ ബുഖാരി തങ്ങൾ പീച്ചി എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇമ്പിച്ചി ബീവി എന്നതിന് ഓമനപ്പേരായി വിളിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട ആ ഫാത്തിമ ഇമ്പിച്ചി ബീവി മഹദി ചില്ലറക്കാരിയല്ല. അവരുടെ പ്രിയപ്പെട്ട ഉപ്പ ഷാഹുൽ ഹമീദ് ബുഖാരി മഹാനവറുകൾ നമുക്കൊക്കെ അറിയാം, MA ഉസ്താദിൻ്റെ അടുക്കം ഉസ്താദാണ്. അവരുടെ ഉപ്പ ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബുഖാരി തങ്ങളാണ്, അഥവാ കോയപ്പാപ്പ എന്ന് ഞങ്ങൾ വിളിക്കാറുണ്ട് കടലുണ്ടിയിൽ. ആ മഹാനുഭാവൻ മരിക്കുന്നതിന് മുമ്പ് സ്വലാത്തിൻ്റെ ഏടിൽ ഇന്ന ദിവസം ഞാൻ മരിക്കുമെന്ന് എഴുതി വെച്ച മഹാനാണ്. ആ എഴുതി വെച്ച സ്വലാത്തിൻ്റെ ഏട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ സ്വലാത്തിൻ്റെ ഏട് ആരും തുറന്നു നോക്കരുത് എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ശേഷം മരണപ്പെട്ടതിന് ശേഷം അതിൽ മരിക്കുന്ന ഡേറ്റ് എഴുതി വെച്ചത് കണ്ടുവെന്നും കുടുംബങ്ങൾ ഇപ്പോഴും സാക്ഷി പറയുന്നവരുണ്ട്. അവരുടെ ഉപ്പ ഹുസൈനുൽ ബുഖാരി, അവരുടെ ഉപ്പ ആ ഹുസൈനുൽ ബുഖാരി
ബുഖാരി തങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഉപ്പാപ്പമാരിൽപ്പെട്ട ബാഫഖ്റുൽ ബുഖാരി തങ്ങളും ഒരു ഉപ്പയുടെ മക്കളാണ്, അഹ്മദുൽ ബുഖാരിയുടെ മക്കളാണ്. സുബ്ഹാനല്ലാഹ്, ഇവരൊക്കെ വലിയ വലിയ പടുകൂറ്റൻ മഹാന്മാരാണ്. കോയപ്പാപ്പൻ്റെ മകളെ കെട്ടിയ മരുമകനാണ് ബഹുമാനപ്പെട്ട രാമന്തളി ഹാമിദ് കോയമ്മ തങ്ങപ്പാപ്പ. നമുക്കൊക്കെ അറിയാലോ, വലിയ കറാമത്തിൻ്റെ ഉടമയാണ്. ഹജ്ജിന് പോയ സമയത്ത് സുബ്ഹാനല്ലാഹ് ബാർബർ സംസാരിക്കില്ല, അബുക്കമായ ബാർബർ. സുബ്ഹാനല്ലാഹ്, ആ ബാർബറിനോട് ബാർബർ മുടിവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പെർമിഷനോടുകൂടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ സയ്യിദന്മാരുണ്ട്, അവരുടെയൊക്കെ ഫാമിലികളൊക്കെ ഇവിടെയുണ്ട്. ഉസ്താദിൻ്റെ ഭാര്യ സഹോദരിമാരെ കല്യാണം കഴിച്ച പ്രിയപ്പെട്ട തങ്ങപ്പാപ്പ അടക്കം ഇവിടെയുണ്ട്. അവർക്കൊക്കെ അറിയാം രാമന്തളി ഫാമിലി വല്ലാത്ത ഫാമിലിയാണ്, വല്ലാത്ത കറാമത്തുള്ളവരാണ്. ആ ഹാമിദ് ഖായം തങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് യാസീൻ ജിഫ്രി തങ്ങപ്പാപ്പ അടക്കമുള്ള മഹാന്മാർ. ഇങ്ങനെ ഒരുപാട് ബുഖാരി സാദാത്യങ്ങളിലൂടെയാണ് താജുലുലമ വന്നിട്ടുള്ളത്. ബുഖാരി സാദാത്യങ്ങളിലൂടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഉമ്മ വന്നിട്ടുള്ളത്. ബുഖാരി സാദാത്യങ്ങളിലൂടെയാണ് ഉസ്താദിൻ്റെ ഉപ്പ വന്നിട്ടുള്ളത്. ബുഖാരി സാദാത്യങ്ങളാണെങ്കിലോ കേരളക്കരയിലേക്ക് ആദ്യമായി വന്നിട്ടുള്ള സയ്യിദ് കുടുംബമാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അവരുടെ മകൻ ഇസ്മായിൽ ബുഖാരി തങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അവരുടെ മകൻ മഹാനായ മുഹമ്മദുൽ ബുഖാരി പറവണ്ണയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അവരുടെ മകൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബുഖാരിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അവരുടെ മകൻ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബുഖാരിയാണ്. ഇവരുടെ എല്ലാവരുടെയും ഉപ്പാപ്പ ബാഫഖ്റുദ്ദീൻ തങ്ങളുടെ വാപ്പ, നേരത്തെ ഞാൻ പറഞ്ഞ ബാഫഖ്റുദ്ദീൻ തങ്ങളുടെ വാപ്പ അവരാണ്. ഈ പരമ്പര കേരളത്തിലുടനീളം പരിലസിച്ച് നിൽക്കുന്നു. ആത്മീയത കൊണ്ടും നേതൃത്വം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും സമൂഹത്തിൻ്റെ ജീർണതകളെയും മറ്റുമൊക്കെ തുടച്ചു നീക്കൽ കൊണ്ടും ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നീക്കാനുള്ള അത്താണിയാവൽ കൊണ്ടുമൊക്കെ ഇവരൊക്കെ പ്രസിദ്ധരാണ് കേട്ടോ. അർഹമുർറാഹിമീനായ റബ്ബ് അവരുടെയൊക്കെ ഹക്ക് കൊണ്ട് നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഇനി അവിടുന്ന് അങ്ങോട്ട് പോയാൽ നിർത്തുന്നു. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് അലിൻ കറമല്ലാഹു വജഹു, അവരുടെ മകൻ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാക്കിർ റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ മഹാനായ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ മഹാനായ അലിയുൽ ഉറൈലി റളിയല്ലാഹു അൻഹു, മൂസൽ കാളിം റളിയല്ലാഹു അൻഹു, ജേട്ടൻ അനുജന്മാരാണ്, സഹോദരന്മാരാണ്. അലിയുൽ ഉറൈലി റളിയല്ലാഹു അൻഹുവിലേക്കാണ് ഇവിടെയുള്ള ജമലല്ലേരി കബീലയും ഹൈദ്രോസ് കബീലയും അതുപോലെ തന്നെ ബാഫഖിഹ് കബീലയും അതുപോലെ തന്നെ മൗലദ് ദവീല കബീലയും ഇവിടെയുള്ള സാദാത്യങ്ങളിൽ അൽഹാദി കബീലയും ഇവരൊക്കെ ചെന്നുമുട്ടുന്നത് അലിയുൽ ഉറൈലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മൂസൽ കാളിം റളിയല്ലാഹു അൻഹുവിലേക്കാണ് ഇവിടെയുള്ള ബുഖാരി സാദാത്യങ്ങളൊക്കെ ചെന്നുമുട്ടുന്നത്. അലിയുല്ലാ റളിയല്ലാഹു അൻഹു മൂസൽ കാളിം റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. അവരുടെ മകനാണ് മഹാനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ജവാദ് റളിയല്ലാഹു അൻഹു. ഇവരിലേക്കാണ് ഇവിടെയുള്ള ബുഖാരി സാദാത്യങ്ങൾ മുഴുവനും ചെന്നുമുട്ടുന്നത്. അവരിപ്പോഴും ബാഗ്ദാദിൽ പോയാൽ നമുക്ക് രണ്ടുപേരെയും ഒരുമിച്ച് സിയാറത്ത് ചെയ്യാൻ കഴിയും. മൂസൽ കാളിം റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്ത് തന്നെയാണ് മുഹമ്മദ് ജവാദ് റളിയല്ലാഹു അൻഹു മറവിട്ട് കിടക്കുന്നത്. ഞാൻ സാന്ദർഭികമായി ബർക്കത്തിന് വേണ്ടി വനിരായ ഷെയ്ഖുനായുടെ ചാരത്ത് വെച്ച് അവിടുത്തെ സിൽസിലയിൽപ്പെട്ട ശകലം പറഞ്ഞു എന്ന് മാത്രം. അർഹമുർറാഹിമീനായ റബ്ബ് അവരുടെ എല്ലാവരുടെയും ജാഹ് കൊണ്ട് അവരുടെയും റബ്ബിൻ്റെയും ഉള്ള സിറ് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുലാലത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാം ഖൽബ് നന്നാക്കി തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങളെങ്കിലും അർഹമുർറാഹിമീനായ റബ്ബ് പുറത്തു തരട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഉപ്പ ഉമ്മ, സഹോദര സഹോദരിമാർ, നമ്മുടെ മക്കൾ, പേരമക്കൾ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതി, നമ്മുടെ കുടുംബം, ഭാര്യ കുടുംബം, ഉസ്താദന്മാർ, ശിഷ്യന്മാർ, നമ്മൾ സഹായിച്ചവർ, പിന്തുണച്ചവർ, ഭക്ഷണം നൽകിയവർ, ഖിദ്മത്ത് നൽകിയവർ, കടപ്പെട്ടവർ, ആരൊക്കെ എവിടെയെല്ലാം എങ്ങനെയെല്ലാം നമുക്ക് കടപ്പെട്ട ആളുകളുണ്ട് എല്ലാവർക്കും, മദ്ഹറിനെ സഹായിച്ചവർ, മുഴുവൻ മയദിൻ മസാലിനെ സഹായിച്ചവർ, മറ്റ് നമ്മുടെ ദീനി ഖിദ്മത്തിന് സഹായിച്ചവർ, താലിമ് തദ്രീസ് ഖിദ്മാത്തിൻ്റെ മേഖലകൾ നമുക്ക് പിന്തുണച്ചവർ, അല്ലാഹുവേ ഞങ്ങൾ അറിവും ഉപദേശങ്ങൾ നൽകിയവരെ, അതൊക്കെ മഹാന്മാരുടെ കിതാബുകൾ ഇൽമുകൾ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും റഹമുർറാഹിമീനായ റബ്ബേ ഈ സദസ്സിൻ്റെ വെളിച്ചം കൊണ്ട് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, മർഹമത്ത് നൽകണേ റഹ്മാനെ, സൂൽ ഖലായിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ, ഇസ്സത്ത് കൊണ്ട് റഹ്മാനെ, റാഹത്ത് കൊണ്ട് റഹ്മാനെ, ദുആകളൊക്കെ സ്വീകരിക്കണേ, കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണേ റഹ്മാനെ, മരണവും കബറും മശ്റയും റാഹത്തിനാക്കി തന്നെ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദിൻ്റെ പൂർവ്വ മക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പലവരും നമ്മൾ 9 മണി മുതൽ 11 മണി വരെ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെഡ്യൂൾ ചെയ്തിരുന്നു. പക്ഷേ ഈ പരിപാടിയുടെ നമ്മുടെ ഷെഡ്യൂൾ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയിട്ടുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിനൊക്കെ പരിഹാരങ്ങളൊക്കെ നൽകി റാഹത്താക്കി ബർക്കത്താക്കി എല്ലാം റാഹത്തിലാക്കി തിരുമാറാകട്ടെ. ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽ മുജീബു ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറടക്കമുണ്ട്. ഞാൻ സംസാരിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞിരുന്നു, ഇവിടെ കണ്ടിട്ടില്ല. അല്ലാഹു തആല അവർക്കൊക്കെ വലിയ ഇസ്സത്ത് കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു പൊതുപ്രവർത്തകനുമായിരുന്നു നമ്മുടെ അഷ്റഫ് MLA. അവരായിരുന്നു നമുക്കിവിടെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ സംസാരിച്ചു കണ്ടത്. അവർക്കൊക്കെ അല്ലാഹു തആല വലിയ സന്തോഷം നൽകട്ടെ. തൃക്കരിപ്പൂർ ഉസ്താദ് അടക്കം മുഹമ്മദ് കുഞ്ഞി സഖാഫി ഉസ്താദ് അവർകൾ ഇവിടെയുണ്ട്. അൽഹംദുലില്ലാഹ്. അവരുടെ സംസാരം ഞാൻ തുടങ്ങുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സംസാരിക്കുമായിരുന്നില്ല. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഉസ്താദിൻ്റെ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ഒരു സൂലതമായി തോന്നിയത് കൊണ്ട് മാത്രം കുറച്ചൊന്ന് സംസാരിച്ചെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കുമൊക്കെ ഇസ്സത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.